പ്രിയപ്പെട്ട ഒന്നാം വർഷ വിദ്യാർത്ഥിനികളെ എല്ലാവർക്കും ഏറ്റവും സ്നേഹപൂർവ്വം നമസ്കാരം. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ഒരു കാലഘട്ടത്തിലേക്ക് നിങ്ങൾ ചൂടെടുത്ത് വെച്ചിരിക്കുകയാണ്. ഈ സുന്ദരമായതൊക്കെ ജീവിതത്തിന് പ്രയോജനപ്രദമായതുകൂടി ആയിട്ട് മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ ആ സൗന്ദര്യം അർത്ഥവത്താകുന്നത്. അതുകൊണ്ട് കലാലയ ജീവിതത്തെ എങ്ങനെ ഏറ്റവും സുന്ദരമായും ഒപ്പം ഫലപ്രദമായും ആസ്വദിക്കാം എന്നാണ് നമ്മൾ ഈ 1 മണിക്കൂർ സമയം ഒരുമിച്ച് ചിന്തിക്കാൻ പോകുന്നത്. കലാലയം എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനമായി എൻ്റെ ഇന്നത്തെ ദൗത്യം സെന്റ് ഡൊമിനിക്സ് കോളേജിലെ സൗകര്യങ്ങൾ, ഇവിടുത്തെ സാധ്യതകൾ, അവ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിങ്ങൾക്ക് കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ച നയിക്കുക എന്നുള്ളതാണ്. ഇപ്പൊ കോളേജിനെ കുറിച്ച് പറഞ്ഞു തുടങ്ങുമ്പോൾ കോളേജിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, അല്ലെങ്കിൽ കോളേജിന്റെ ശിരസ്സും ഹൃദയവും എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾ തന്നെയാണ്. ഏറ്റവും പ്രധാനപ്പെട്ടതും വിദ്യാർത്ഥികൾ തന്നെയാണ്. ഒരു കോളേജ് സമൂഹത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ട് തീരുന്നത് അവിടെ കർമ്മശേഷിയും സ്വപ്നങ്ങളും നന്മയുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന യുവാക്കന്മാർ ഉള്ളതുകൊണ്ടാണ്, അഥവാ നിങ്ങൾ ഉള്ളത് കൊണ്ടാണ് കോളേജ് വിലപ്പെട്ട പ്രധാനപ്പെട്ട ഇടമായിട്ട് മാറുന്നത്. ഇപ്പൊ കോളേജ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. ഏറ്റവും പ്രധാനമായി കോളേജ് എന്നാൽ നിങ്ങൾ തന്നെയാണ്. നിങ്ങൾക്ക് ഈ കലാലയ ജീവിത കാലഘട്ടത്തിൽ, അല്ലെങ്കിൽ ഒരു 15-16 വയസ്സിന് ശേഷം 10-25 വയസ്സ് വരെയുള്ള കാലഘട്ടം ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും മനോഹരമായ കാലമാണ്. നിങ്ങൾക്ക് ഒത്തിരിയേറെ ഊർജ്ജസ്വലതയുണ്ട്, കാര്യങ്ങൾ ചെയ്യുന്നതിനുള്ള വലിയ കർമ്മശേഷിയുണ്ട്. നിങ്ങൾക്ക് വേണ്ടി, കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന് മുഴുവനും വേണ്ടി, മനുഷ്യ രാശിക്ക് വേണ്ടി ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ പ്രവർത്തിക്കാനായിട്ട് സാധിക്കുന്നത് നിങ്ങളുടെ പ്രായത്തിലാണ്. ഊർജ്ജസ്വലതയുടെ പ്രായം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പോ ജീവിതത്തിന്റെ ബൗദ്ധികവും സാമൂഹികവും കലാപരവും അങ്ങനെ വിവിധങ്ങളായ മേഖലകളെ ഒരുപോലെ പരിപോഷിപ്പിച്ച് പരമാവധി വളർച്ചയിലെത്തി നിങ്ങൾ അങ്ങനെ പടർന്നു പന്തലിക്കേണ്ട സമയമാണിത്. രണ്ടാമത്, ഇത് സാധ്യതകളുടെ സമയമാണ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും നിർണായകമായ സമയവുമാണ്. കലാലയ ജീവിതത്തിന്റെ ഒരു സവിശേഷത, ഈ സെന്റ് ഡൊമിനിക്സ് കോളേജിൽ തന്നെ, ഞാൻ ഇവിടെ 5 വർഷം പഠിച്ചയാളാണ്, പ്രീ ഡിഗ്രി, ഡിഗ്രി. ഇപ്പോ 10 വർഷമായി ഇവിടെ പഠിപ്പിക്കുന്നു. എത്ര കൊച്ചു കൂട്ടുകാരെ, യുവാക്കന്മാരെ മുമ്പിലൂടെ കണ്ടിരിക്കുന്നു. എത്രയോ പേരാണ് ഇവിടെ കടന്നു വന്നപ്പോ ഉണ്ടായിരുന്ന അവരുടെ ജീവിതാവസ്ഥകൾ അമാവാസിയിലെ ഇരുട്ടുപോലെയുള്ള ജീവിതാവസ്ഥകളായിരുന്നവരാണ്. കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പുറത്തിറങ്ങിക്കഴിഞ്ഞ് ഏതാനും നാളുകൾ കൊണ്ട് നിറഞ്ഞ പൗർണമി പോലെയോ പകൽ വെളിച്ചം പോലെയോ ജീവിതത്തെ ആക്കി മാറ്റാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചാൽ, ഒത്തിരിയേറെ ആളുകളുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്കും കുടുംബത്തിലേക്കും അവർക്ക് ചുറ്റുമുള്ള എല്ലാവരിലേക്കും വലിയ പ്രകാശം നിറച്ചു വയ്ക്കാനായിട്ടുള്ള സാധ്യത ഇവിടെ നിന്ന്, ഈ കലാലയത്തിന്റെ തിരുമുറ്റത്ത് നിന്ന്, ക്ലാസ് മുറികളിൽ നിന്ന് കണ്ടെത്തിയവരാണ് ഒത്തിരി കൂട്ടുകാർ. പക്ഷെ അത് മാത്രമല്ല കേട്ടോ ഉള്ളത്. ഏതാനും ചിലരെങ്കിലും ഇവിടെ വച്ച ചുവടുകൾ തെല്ല് പിഴച്ചു പോയത് കൊണ്ട് ഉണ്ടായിരുന്ന വെളിച്ചം കൂടി കളഞ്ഞു കുളിച്ച് ഒത്തിരി നഷ്ടങ്ങളിലേക്ക് കടന്നു പോയവരും ഇല്ലാതില്ല. ഞാനിത് പറയുന്നത് സാധ്യതകളുടെ ഈ ഇടം, സെന്റ് ഡൊമിനിക്സ് കോളേജ്, വളരെ നിർണായകമായ ഇടം കൂടിയാണ്.
നിങ്ങളുടെ ഈ പ്രായത്തിൽ നിങ്ങൾ വയ്ക്കുന്ന ചുവടുകൾ നിങ്ങൾക്ക് തിരിച്ചു നടക്കാൻ കഴിയാത്ത പല വഴികളിലൂടെയുമാണ് വയ്ക്കുന്നത്. അതുകൊണ്ട് ഒരിക്കലും തെറ്റി നടക്കാതിരിക്കുക. വളരെ ശ്രദ്ധാപൂർവം നിങ്ങളുടെ ചുവടുകൾ വയ്ക്കുക. നിങ്ങളുടെ സാധ്യതകളെ കണ്ടെത്തുക, വളരുക, കോളേജിലെ സൗകര്യങ്ങൾ ഉപയോഗിക്കുക, നിങ്ങൾ വളരുക. അത് മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടത്. നിങ്ങൾ വളരുമ്പോൾ നിങ്ങളുടെ ചുറ്റുമുള്ളവർ, നിങ്ങളുടെ കുടുംബം എല്ലാം വളരും. ഓർത്തിരിക്കുക, ഈ കോളേജിൽ നിങ്ങൾ ചെലവഴിക്കാൻ പോകുന്ന 3-5 വർഷക്കാലം, ആ കാലം പിന്നെ വരാനിരിക്കുന്ന നിങ്ങളുടെ 50-60 വർഷം നീളുന്ന ഈ ഭൂമിയിലെ ജീവിതത്തെ മുഴുവൻ നിർണയിക്കും. മറക്കരുത്, ഈ 4-5 വർഷക്കാലം വരാനിരിക്കുന്ന നിങ്ങളുടെ 60-70 വർഷക്കാലത്തെ ഈ ഭൂമിയിലുള്ള ജീവിതത്തെ മുഴുവൻ രൂപീകരിക്കുന്ന വർഷങ്ങളാണ്. കഴിഞ്ഞില്ല, നിങ്ങളുടെ അച്ഛനും അമ്മയും ഒരായുസ് മുഴുവൻ നിങ്ങൾക്ക് വേണ്ടി ഒഴുക്കിയ വിയർപ്പും കണ്ണീരും ഉത്തരം തേടുന്നത് നിങ്ങളുടെ ഈ 4-5 വർഷക്കാലം ഈ കലാലയത്തിലുള്ള അധ്വാനത്തിലൂടെയാണ്. വീണ്ടും നിങ്ങളുടെ വരാനിരിക്കുന്ന തലമുറയുടെ ഭാവി, നിങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന മക്കൾ, അവരുടെ ഭാവി തീരുമാനിക്കുന്നതും നിങ്ങളുടെ ഇപ്പോഴത്തെ അധ്വാനത്തിലൂടെയാണ്. നിങ്ങൾ ഈ കാലയളവിൽ എന്ത് ചെയ്യുന്നു, നിങ്ങൾ എങ്ങനെയാണ് ഈ അവസരം, ഈ 4-5 വർഷക്കാലം ഇവിടെ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് ഇനിയത്തെ നിങ്ങളുടെ വരാനിരിക്കുന്ന ജീവിതത്തെ മുഴുവൻ നിർണയിക്കാൻ പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും ശ്രദ്ധയുള്ളവരായിരിക്കുക, ഏറ്റവും ജാഗ്രതയുള്ളവരായിരിക്കുക, കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറുള്ളവരായിരിക്കുക. ഇതാണ് നിങ്ങൾക്ക് ഈ 4-5 വർഷക്കാലം ഈ കലാലയത്തിൽ ചെയ്യാവുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ജാഗ്രതയോടുകൂടി ഈ അവസരത്തെ ഉപയോഗിച്ച് ഷെയർ ആവുന്നുണ്ടോ? ജാഗ്രതയോടുകൂടി, ശ്രദ്ധയോടുകൂടി, തീക്ഷ്ണമായി അധ്വാനിച്ച് ഈ കാലഘട്ടത്തിലെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ച് നിങ്ങൾക്ക് വളരാനാവട്ടെ എന്നുള്ള ആശംസയോടുകൂടി ഞാൻ കലാലയത്തിന്റെ സാധ്യതകളെ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. നമ്മുടെ കോളേജ് കാഞ്ഞിരപ്പള്ളി സെയിന്റ് ഡൊമിനിക്സ് കത്തീഡ്രലിന്റെ ഒരു വിദ്യാഭ്യാസ സംരംഭമാണ്. ഈ കോളേജിനെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രദേശത്തുള്ള ഷെയർ നമ്മുടെ കോളേജിനെ ഇന്ന് നയിച്ചുകൊണ്ടിരിക്കുന്നത് ഇതാ നിങ്ങൾ ഈ കാണുന്ന ഒരു ടീമാണ്. നമ്മുടെ ഈ പ്രദേശത്ത് എല്ലാ വിഭാഗം ജനങ്ങളും ഏറ്റവും അധികം ആദരിക്കുന്ന, നിറഞ്ഞ വ്യക്തിത്വ ഗുണമുള്ള കാഞ്ഞിരപ്പള്ളി രൂപതയുടെ മെത്രാൻ അഭിവന്യ മാർ ജോസ് പുള്ളിക്കൽ പിതാവാണ് നമ്മുടെ കലാലയത്തിന്റെ രക്ഷാധികാരി. കോളേജിനെ നയിക്കുന്ന മാനേജർ കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സംരംഭകനും ദീർഘദർശിയുമായ വെരി റവറൻഡ് ഫാദർ വർഗീസ് പരുന്തിരിക്കൽ അച്ഛനാണ്. നിങ്ങൾക്ക് ഇതിനോടകം തന്നെ വളരെ പരിചിതയായി കഴിഞ്ഞിട്ടുള്ള, ഇന്ത്യക്കകത്തും പുറത്തും അറിയപ്പെടുന്ന പ്രഭാഷകയും സംഘാടകയുമായ ആൻസി ടീച്ചറാണ്. ഡോക്ടർ ആൻസി ജോസഫാണ് നമ്മുടെ പ്രിൻസിപ്പൽ. നമ്മുടെ കലാലയത്തിന്റെ സ്വാശ്രയ വിഭാഗത്തിന്റെ ഡയറക്ടർ ഡോക്ടർ ജോജോ ജോർജ് സാർ വളരെ വലിയ കർമ്മശേഷിയുള്ള ഒരു ലീഡറാണ്.
കോളേജിലെ സൗകര്യങ്ങളെ ക്രമപ്പെടുത്തുന്നതും കാര്യങ്ങൾ ദൈനംദിനാടിസ്ഥാനത്തിൽ കൈകാര്യം ചെയ്യുന്നതും ബഹുമാനപ്പെട്ട ബർസാർ മനോജ് പാലക്കുടി അച്ഛനാണ്. കോളേജിന്റെ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാര കാര്യങ്ങളെ നിരന്തരമായി നിരീക്ഷിക്കുകയും നയിക്കുകയും ചെയ്യുന്നത് IQAC കോർഡിനേറ്റർ ബഹുമാനപ്പെട്ട പ്രതീഷ് എബ്രഹാം സാറാണ്. ഞാൻ ഈ ടീമിനെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഇവർ ഓരോരുത്തരും അതത് മേഖലയിൽ നമ്മുടെ ഈ പ്രദേശത്തല്ല കേരളത്തിലെ തന്നെ മറ്റാർക്കും മുമ്പിൽ നിൽക്കുന്നവരാണ് എന്നുള്ള മാത്രമല്ല നിങ്ങൾക്കറിയാമായിരിക്കും ഇന്ത്യയിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഡൊമിനിക്സ് കോളേജിന്റെ സ്ഥാനം ാണ് കൈവരിച്ചിരിക്കുന്നത് എന്ന്. കാരണം ഇന്ത്യയിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള യുവാക്കളെ 18-23 വയസ്സ് കാലത്തിനിടയിൽ ഉള്ള 100 കുട്ടികളിൽ 27 കുട്ടികൾ മാത്രമാണ്, അല്ലെങ്കിൽ 27 യുവാക്കൾ മാത്രമാണ് ഉന്നത വിദ്യാഭ്യാസം നേടുന്നത്. അങ്ങനെയുള്ള 27 പേർ ഉന്നത വിദ്യാഭ്യാസം നേടുന്നവരിൽ ഒരാളായി നിങ്ങൾ മാറി എന്ന് മാത്രമല്ല, 50,000 വിദ്യാലയങ്ങൾ ഉള്ളതിൽ ഏറ്റവും മികച്ച ആദ്യത്തെ 100 എണ്ണത്തിന് തൊട്ട് താഴെ നമ്മുടെ കലാലയമുണ്ട്. അത്രയും മികച്ച കലാലയത്തിലേക്കാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങളുടെ നേട്ടവുമാണ്, നിങ്ങൾക്കുള്ള ദൈവാനുഗ്രഹവുമാണ്. 25 ഏക്കർ വരുന്ന നമ്മുടെ കലാലയത്തിന്റെ കാമ്പസ് കേരളത്തിലെ ഏറ്റവും മനോഹരമായ, ഏറ്റവും സൗകര്യങ്ങളുള്ള ഒരു കാമ്പസ് കൂടിയാണ്. നമുക്കൊരു ഹോസ്റ്റലുണ്ട്, 177 വിദ്യാർത്ഥിനികൾക്ക് അവിടെ താമസിക്കുന്നതിനുള്ള സൗകര്യമുണ്ട്. പുതിയ ഒരു അക്കാഡമിക് ബ്ലോക്ക് പണി കഴിപ്പിച്ചിട്ടുണ്ട്. ഇതിലെ സൗകര്യങ്ങളെ കുറിച്ച് ഞാൻ വിശദീകരിക്കുന്നതാണ്. കലാലയം സ്ഥാപിതമായത് 1965 മാർച്ച് 25-ാം തീയതിയാണ്. ഇപ്പോൾ 55ാമത് വർഷം പൂർത്തിയാക്കി 56-ൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കലാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷത, കഴിഞ്ഞ 8 വർഷത്തിനിടയ്ക്ക് ഇവിടെ സമരം മൂലമോ മറ്റെന്തെങ്കിലും കാരണവശാലോ ഒരൊറ്റ അക്കാദമിക ദിനം പോലും മുടങ്ങിയിട്ടില്ല എന്നുള്ളതാണ്. ഇത് പഠിക്കുന്ന വിദ്യാർത്ഥികളുടെ കോളേജാണ്. ഞാൻ പറഞ്ഞല്ലോ, മറ്റെല്ലാവരെക്കാൾ പ്രധാനപ്പെട്ടത് വിദ്യാർത്ഥികളാണ്. ഇത് പഠിക്കാൻ വരുന്ന, പഠിക്കുന്ന, പഠിച്ച് നേട്ടങ്ങൾ കൊയ്യുന്ന വിദ്യാർത്ഥികളുടെ കലാലയമാണ്. നോക്കൂ, നമ്മുടെ കോളേജിൽ 13 ഡിഗ്രി കോഴ്സുകളും 7 PG കോഴ്സുകളും ഒരു PhD പ്രോഗ്രാമുമുണ്ട്. ഞാൻ എല്ലാം വായിക്കുന്നില്ല, നിങ്ങൾക്ക് ഇവയൊക്കെ പരിചിതമാണ്. ഇതിൽ BVoc റബ്ബർ ടെക്നോളജിയും MVoc ഫുഡ് സയൻസും ഈ വർഷം അനുവദിച്ചതും അടുത്ത വർഷം തുടങ്ങാനിരിക്കുന്നതുമാണ്. ഇത് രണ്ടും കൂടാതെ മറ്റൊരു കോഴ്സ് കൂടി അടുത്ത വർഷം തുടങ്ങുന്നതിനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ അടുത്ത വർഷമാകുമ്പോഴത്തേക്കും നമ്മുടെ കോളേജിൽ 22ഓളം പ്രോഗ്രാമുകൾ ഉണ്ടാകും. ഏതാണ്ട് വലിയ കോളേജ് എന്ന് പറയാവുന്ന തരത്തിലേക്ക് നമ്മുടെ കോളേജ് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. കലാലയം എന്നത് വിദ്യാർത്ഥികൾക്ക് അനുഭവപ്പെടുന്നത് അധ്യാപകരിലൂടെയാണ് എന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ കോളേജിൽ പ്രിൻസിപ്പലും 81 അധ്യാപകരും 27 അധ്യാപക ഇതര ജീവനക്കാരുമാണ് ഉള്ളത്. നമ്മുടെ കോളേജിലെ അധ്യാപകരെ കുറിച്ച് ഞാൻ ഒരു വാക്ക് എടുത്തു പറയണം. നമ്മുടെ കോളേജിൽ സീനിയർ എന്ന് പറയാവുന്ന ഒരധ്യാപിക മാത്രമാണുള്ളത്. അത് നമ്മുടെ പ്രിൻസിപ്പൽ ആൻസി ടീച്ചറാണ്. ബാക്കിയുള്ള മുഴുവൻ അധ്യാപകരും, നിങ്ങളിപ്പോൾ എൻ്റെ ഫോട്ടോ നിങ്ങൾക്ക് അല്ലെങ്കിൽ രൂപം നിങ്ങൾക്ക് കാണാമെങ്കിൽ അല്പം നരയൊക്കെ കാണാം, പക്ഷെ വലിയ പ്രായമൊന്നും ഇല്ല. ബാക്കിയുള്ള എല്ലാവരും എന്നെക്കാളും തന്നെ വളരെ ചെറുപ്പക്കാരാണ്. 30കളിലുമൊക്കെയുള്ള ഊർജ്ജസ്വലതയുള്ള, ക്രിയാത്മകതയുള്ള, നിങ്ങളെ മനസ്സിലാക്കുന്ന വലിയ കർമ്മശേഷിയുള്ള മിടുമിടുക്കരായ അധ്യാപകരാണ് സെന്റ് ഡൊമിനിക്സ് കോളേജിന്റെ ഏറ്റവും വലിയ സമ്പാദ്യം. നിങ്ങൾ ഓർത്തിരിക്കുക, നിങ്ങളുടെ അധ്യാപകർ ദിവസത്തിന്റെ ഏത് സമയവും
നിങ്ങളുടെ ഏത് തരത്തിലുള്ള ആവശ്യങ്ങളും കേൾക്കുന്നതിന് മനസ്സും മനസ്സിലാക്കുന്നതിന് ഹൃദയവും ഉള്ള അധ്യാപകരാണ്. നമ്മുടെ കലാലയത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകളിൽ ഒന്ന് ഹൃദയപൂർവ്വം ഇണങ്ങിയ അധ്യാപക വിദ്യാർത്ഥി ബന്ധമാണ്. സൗഹൃദത്തോടടുത്ത ഉറ്റ ബന്ധം പുലർത്തുമ്പോഴും അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിൽ വളരെ മാതൃകാപരമായ, എല്ലാ തരത്തിലുമുള്ള മാതൃകാപരമായ ബന്ധം നിലനിൽക്കുന്ന കലാലയമാണ് സെന്റ് ഡൊമിനിക്സ് കോളേജ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ വലിയ നഷ്ടമുണ്ട് എന്ന് ഞാൻ എടുത്തു പറയാതെ വയ്യ. കാരണം നിങ്ങളുടെ സ്നേഹനിധികളായ നല്ല അധ്യാപകർ, നോക്കൂ, ഈ കലാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ഏതൊരു കുട്ടിക്കും ഇവിടുത്തെ ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിലെ ഏതെങ്കിലും ഒരു അധ്യാപകനോ അധ്യാപികയോ നിങ്ങളുടെ സ്വന്തം മുതിർന്ന ജ്യേഷ്ഠനെയോ ജ്യേഷ്ഠ സഹോദരിയെയോ പോലെ ഒരു ഉറ്റ ബന്ധുവും സുഹൃത്തുമായി മാറും. തീർച്ച. അത് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾ ഓർത്തിരിക്കണം, നിങ്ങളുടെ വിദ്യാഭ്യാസം ഈ കലാലയത്തിൽ സംഭവിക്കുന്നത് ഔപചാരികമായി ക്ലാസ് മുറിയിൽ നടക്കുന്ന പഠനത്തിലൂടെ മാത്രമല്ല, അനൗപചാരികമായി നിങ്ങൾക്ക് നിങ്ങളുടെ അധ്യാപകരുമായി ഉണ്ടാകുന്ന ബന്ധത്തിൽ കൂടിയാണ്. ഓർത്തിരിക്കേണ്ട കാര്യം ഇതാണ്, വിദ്യാഭ്യാസം എന്നത് ക്ലാസ് മുറിയിലെ പഠനത്തിലും എത്രയോ വലുതാണ്. ഓർക്കണം, വിദ്യാഭ്യാസം എന്നത് യഥാർത്ഥത്തിൽ അധ്യാപകന്റെ പക്വമായ വ്യക്തിത്വം വിദ്യാർത്ഥിയുടെ വ്യക്തിത്വത്തെ ക്രിയാത്മകമായി സ്വാധീനിക്കുന്നതാണ്. ആ സ്വാധീനത്തിന്റെ തലങ്ങൾ ഔപചാരിക വിദ്യാഭ്യാസത്തിന്റെ തലങ്ങൾക്കപ്പുറത്തേക്ക് പരന്നു കിടക്കുന്നു. അപ്പോ നിങ്ങൾ കലാലയത്തിൽ എത്തുമ്പോൾ നിങ്ങളുടെ അധ്യാപകരെ, നമ്മുടെ അധ്യാപകരെല്ലാവരും തന്നെ ഡിപ്പാർട്ട്മെന്റിലെ അധ്യാപകർ എന്ന നിലയ്ക്ക് അപ്പുറത്ത് കലാലയത്തിന്റെ അധ്യാപകരാണ്. അവരുമായൊക്കെ നല്ല ബന്ധം സ്ഥാപിക്കുക. അവരെ നിങ്ങളുടെ സഹോദരരെ പോലെ, മുതിർന്ന സഹോദരരെ പോലെ കാണുക. അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ നേടിയെടുക്കാൻ പറ്റും എന്ന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. നല്ല ബന്ധമുണ്ടാക്കിയാൽ മാത്രം മതി, ബാക്കിയൊക്കെ സ്വാഭാവികമായി സംഭവിച്ചുകൊള്ളും. അതാണ് ഈ കലാലയം. ഇനി ഈ കലാലയത്തിലെ ഗവൺമെന്റ് നിയോഗിച്ച സ്റ്റാഫാണ് അധ്യാപകരും അനധ്യാപകരും. പക്ഷേ ഇത് വളരെ വൃത്തിയായും കൃത്യമായും സൂക്ഷിക്കുന്നതിന് മാനേജ്മെന്റ് സ്വന്തമായി പണം മുടക്കി 10 ആളുകളെ വേറെ നിയമിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ദ്വാരപാലകൻ മുതൽ ഇങ്ങോട്ട് ഒത്തിരി ആളുകളുണ്ട്. നിങ്ങൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ അത് കാണും. ഒരു വീടിന്റെ മുറ്റം പോലെയോ അകത്തളം പോലെയോ അതിമനോഹരമായും കൃത്യതയോടെയുമാണ് സെന്റ് ഡൊമിനിക്സ് കോളേജിന്റെ 25 ഏക്കറും സൂക്ഷിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ അതിശയത്തോടെ തിരിച്ചറിയും. അത്ര ഭംഗിയായി ഇതിന്റെ മാനേജ്മെന്റ് ഇതിനെ കൈകാര്യം ചെയ്തുകൊണ്ട് പോകുന്നുണ്ട്. നിങ്ങൾ കടന്നു വരാനിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ സരസ്വതി ക്ഷേത്രം പോലെ തന്നെ പാവനമായ, ഭൗതികമായി കൂടി പാവനമായ ഒരു അന്തരീക്ഷത്തിലേക്കാണ്. അത് നിങ്ങൾക്ക് നിറഞ്ഞ സന്തോഷം നൽകുമെന്നും ഉറപ്പാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വിദ്യാലയത്തിന്റെ ഹൃദയം നിങ്ങളാണ്, വിദ്യാർത്ഥികളാണ് എന്ന്. നോക്കൂ, ഇവിടുത്തെ വിദ്യാർത്ഥികളിൽ 70% പെൺകുട്ടികളാണ്. നമുക്ക് ഇന്ന് 1549 വിദ്യാർത്ഥിനികളാണ് ഈ കലാലയത്തിൽ പഠിക്കുന്നത്. അതിൽ 30% ആൺകുട്ടികളും 70% പെൺകുട്ടികളുമാണ്. അവര് അധ്യാപകരുമായി ഉറ്റബന്ധം പുലർത്തുന്നവരും എല്ലാ തരത്തിലുമുള്ള ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിലും ഇടപെടുന്നവരുമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഈ പ്രദേശത്ത് വ്യക്തിമുദ്ര പതിപ്പിക്കുന്നവരാണ്. അവരുടെ വീടുകളിലെ അന്തരീക്ഷമായിക്കൊള്ളട്ടെ, അവരുടെ ചുറ്റുപാടുകളുടെ പരിമിതികളായിക്കൊള്ളട്ടെ, ഇതിനെയൊക്കെ മറികടന്ന് ഈ കലാലയത്തിൽ നിന്ന് ചിറകുകൾ നേടി ഇതിന്റെ ആകാശങ്ങളിലേക്ക് ഉയർന്ന് ഈ വിശാലമായ ലോകത്തിന്റെ ആകാശത്തിൽ ഒന്നാകെ വ്യക്തിമുദ്ര പതിപ്പിച്ച് പ്രകാശം പരത്തുന്നവരായി മാറാൻ കഴിയുന്ന നക്ഷത്രങ്ങളായി മാറുന്നവരാണ് ഇവിടുത്തെ വിദ്യാർത്ഥിനികൾ. നമ്മുടെ കലാലയത്തിലെ പഠന പരിപാടികളെ കുറിച്ച് പറയുമ്പോൾ നേരത്തെ നമ്മൾ കണ്ട 13 ഡിഗ്രി പ്രോഗ്രാമുകൾ ഇവിടെ ഉണ്ട്. വേറെ 7 PG, 1 PhD ഒക്കെ ഉണ്ടെന്ന് നമ്മൾ കണ്ടു. ഈ കോഴ്സുകളുടെ പഠനം എന്ന് പറയുന്നതിന് നിങ്ങൾ എങ്ങനെ കാണണം? ഞാൻ ഒരു വാക്ക് പറയുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി കേൾക്കുക. നിങ്ങൾ യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസ രംഗത്തേക്ക് കടന്നു വന്നിരിക്കുമ്പോൾ ഇതുവരെയുള്ളതുപോലെ അല്ല പഠനം. സ്കൂളിലെ പഠനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത
നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട് എന്നാണ്. നിങ്ങൾ എന്ത് പഠിക്കണം എന്നുള്ളത് നിർവചിക്കപ്പെട്ടിരിക്കുന്നു. അത് നിങ്ങൾക്ക് മുഴുവൻ പഠിച്ചു തീർക്കാൻ പറ്റും. നിങ്ങൾക്കൊരു ടെക്സ്റ്റ് ബുക്ക് ലഭിക്കുന്നു. ആ ടെക്സ്റ്റ് ബുക്ക് മൊത്തമായി നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്കുള്ളത് 100% പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ നിങ്ങൾ കലാലയത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ ഇല്ല. ഭാഷയ്ക്ക് ടെക്സ്റ്റ് ബുക്ക് ഉണ്ട്, പക്ഷെ അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. സബ്ജക്റ്റുകൾക്കൊന്നും ടെക്സ്റ്റ് ബുക്കുകൾ ഇല്ല. ടെക്സ്റ്റ് എന്ന പേരിൽ നിങ്ങൾ ഗൈഡുകൾ കണ്ടേക്കാം, അവ ഭാഗികമാണ്. നിങ്ങൾക്ക് സിലബസ് ആണുള്ളത്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് സിലബസ് തരുന്നത് പുസ്തകത്തിന് പകരം? എൻ്റെ കാര്യം ഇതാണ്. സ്കൂൾ വിദ്യാഭ്യാസം എന്നാൽ നിങ്ങൾക്കൊരു പാത്രത്തിൽ നിങ്ങളുടെ കയ്യിൽ വെള്ളം തരുന്നത് പോലെയാണ്. നിങ്ങൾക്ക് ആ പാത്രത്തിലെ വെള്ളം മുഴുവൻ കുടിച്ചു തീർക്കാം, മുഴുവനും കുടിച്ചു തീർക്കാം. കുറച്ചധികം ഉണ്ടാവും, പരിശ്രമിച്ചാൽ, മടുക്കാതെ മെല്ലെ ഇരുന്ന് കുടിച്ചാൽ നിങ്ങൾക്കത് മുഴുവൻ കുടിച്ചു തീർക്കാം. നിങ്ങളുടെ സ്കൂൾ അധ്യാപകർ നിങ്ങൾക്ക് ഈ വെള്ളം പാത്രത്തിലാക്കി നിങ്ങളുടെ കയ്യിൽ തരുന്നവരാണ്. നിങ്ങൾക്കത് കുടിക്കാം, മുഴുവനും കുടിക്കാം. പക്ഷേ നിങ്ങൾ ഉന്നത വിദ്യാഭ്യാസ രംഗത്തേക്ക് എത്തുമ്പോൾ, യൂണിവേഴ്സിറ്റി വിദ്യാഭ്യാസത്തിൽ എത്തുമ്പോൾ നിങ്ങളുടെ അധ്യാപകർ നിങ്ങൾക്ക് പാത്രത്തിലാക്കി വെള്ളം തരുന്നവരല്ല. നിങ്ങളെ കടൽക്കരയിൽ കൊണ്ടുപോയി ഇതാണ് കടൽ എന്ന് കാണിച്ചു തരുന്നവരാണ്. അവർക്കത് എടുത്ത് നിങ്ങളുടെ കയ്യിൽ തരാൻ പറ്റില്ല. നിങ്ങൾക്കത് മുഴുവൻ കുടിക്കാനും പറ്റില്ല. നിങ്ങൾക്കതിൽ ചാടി നീന്താം. നിങ്ങൾക്കാവുന്നത്ര അത്ഭുതങ്ങൾ, ആവുന്നത്ര വൈവിധ്യങ്ങൾ, ആവുന്നത്ര പ്രകാശം പരത്തുന്ന മണിമുത്തുകൾ ഈ സാഗരത്തിന്റെ അഗാധതയിൽ എവിടെയെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഈ പരതി കണ്ടെത്താം എന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരിക്കലും മുഴുവനും കണ്ടു തീരില്ല. അതാണ് ഉന്നത വിദ്യാഭ്യാസം. വ്യക്തമായി എന്ന് ഞാൻ കരുതുന്നു. സ്കൂൾ വിദ്യാഭ്യാസം കൃത്യമായി നിർവചിതമായ ചട്ടക്കൂടും അതിരുകളും കണ്ടന്റും ഉള്ളതാണെങ്കിൽ, ഉന്നത വിദ്യാഭ്യാസം അതിരുകളില്ലാതെ പരന്നു കിടക്കുന്ന വിജ്ഞാനത്തിന്റെ ലോകത്തേക്ക് അന്വേഷണത്തിനായി ഇറങ്ങുന്ന നിങ്ങൾക്ക് ഒരു ചെറു കൈത്തിരിയുമായി മുന്നിൽ നടക്കുന്ന ഒരു അധ്യാപകൻ ഉണ്ടാകും. നിങ്ങൾ തനിയെ നീന്തണം, നിങ്ങൾ തനിയെ നടക്കണം. നിങ്ങൾക്ക് വഴി കാണിച്ചു തരുന്ന ഒരു വഴികാട്ടി എന്നുള്ള ഒരു പങ്ക് മാത്രമാണ് നിങ്ങളുടെ അധ്യാപകർക്ക് നിർവഹിക്കാനുള്ളത്. അവർ നിങ്ങളെ കടൽക്കരയിൽ കൊണ്ട് നിർത്തും. ഇതാണ് കടൽ, നിങ്ങൾ ഇങ്ങനെ പോകണം എന്നൊക്കെ പറയും. നിങ്ങൾ തനിയെ ഇറങ്ങണം, തനിയെ നീന്തണം, തനിയെ തിരയണം, തനിയെ കാണണം, തനിയെ അന്വേഷിച്ച് കണ്ടെത്തണം. അങ്ങനെ പഠിച്ചെങ്കിലേ ഉന്നത വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമുള്ളൂ. ഗൈഡ് പുസ്തകം മുഴുവൻ പഠിക്കാം എന്ന് വിചാരിക്കരുത്. പുസ്തകങ്ങൾ ഉണ്ടെന്ന് വിചാരിക്കരുത്. ഗൈഡുകൾ ഉണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം യാതൊരു വ്യവസ്ഥയില്ല, ഒന്നുമില്ല, തന്നെ ചെയ്താൽ മതി എന്നൊന്നും അല്ല കേട്ടോ. നിങ്ങൾക്ക് കോളേജിലേക്ക് വരാം. നിങ്ങളെ സഹായിക്കുന്ന പുസ്തകങ്ങളുണ്ട്. അവ അധ്യാപകർ നിങ്ങൾക്ക് കാണിച്ചു തരും. ഓരോ വിഷയത്തിന്റെ ഓരോ ടോപ്പിക്കിലും അധ്യാപകർ നിങ്ങൾക്ക് ഒരു സമഗ്രമായ ചിത്രം ലെക്ചറിലൂടെ പങ്കുവെച്ച് തരും. പിന്നെ നിങ്ങൾ വായിക്കണം. അതാണ് കോളേജ് വിദ്യാഭ്യാസത്തിന്റെ പ്രധാനപ്പെട്ട പങ്ക്. നോക്കൂ, നിങ്ങളൊരു വലിയ ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുന്നു. ആശുപത്രിയുടെ കവാടത്തിൽ, അല്ലെങ്കിൽ വലിയൊരു യൂണിവേഴ്സിറ്റിയിലേക്ക് ചെല്ലുന്നു. ഇതിന്റെ കവാടത്തിൽ ഒരു വലിയ ബോർഡ് ഉണ്ടാകും. ബോർഡില് നിങ്ങൾ എവിടെയാണ് നിൽക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ടാവും. പിന്നെ ആ ഒരു വലിയ പ്രസ്ഥാനത്തിന്റെ മുഴുവൻ ഒരു മാപ്പ് കാണിച്ചിട്ടുണ്ടാവും. ഇതിലെ പോയാൽ ഓഡിറ്റോറിയം, ഇവിടെ ചെന്ന് കഴിഞ്ഞാൽ കാന്റീൻ, എല്ലാ സൗകര്യങ്ങളും അവിടെ വരച്ചിട്ടിട്ടുണ്ടാവും. ഇതുപോലെയാണ് അധ്യാപകർ നിങ്ങളെ ഒരു വിഷയം പരിചയപ്പെടുത്തുക. ഇതാണ് ഇന്ന വിഷയം. അല്ലെങ്കിൽ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ക്വിറ്റ് ഇന്ത്യ മുന്നേറ്റം എന്ന് പറയുന്നത് ഇതാണ്. ഞാൻ ഹിസ്റ്ററി അധ്യാപകനായതുകൊണ്ടാട്ടോ ആ ഉദാഹരണം വായിൽ വരുന്നത്. അല്ലെങ്കിൽ സക്കറിയയുടെ കഥാലോകം ഇതാണ്, അതിന് ഇന്ന സവിശേഷതകളുണ്ട് എന്ന് പറഞ്ഞ് ഈ മാപ്പ് പരിചയപ്പെടുത്തി തരുന്ന പോലെ അധ്യാപകർ നിങ്ങൾക്ക് കാണിച്ചു തരും. പിന്നെ നിങ്ങൾ തനിയെ ആ മഹാസൗധത്തിനിടയിലൂടെ നടക്കുകയാണ്, തന്നെ അന്വേഷിച്ച് കണ്ടെത്തുകയാണ്. അങ്ങനെ കണ്ടെത്തിയാലേ പഠിക്കൂ. അതാണ് ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സവിശേഷത. ചില കുട്ടികളൊക്കെ എന്നോട് പുസ്തകം മേടിക്കുന്ന എവിടുന്ന എന്നൊക്കെ ചോദിച്ചത് കൊണ്ടുകൂടിയാണ് ഞാൻ ഈ വിശദീകരണം തന്നത്. തീർച്ചയായും നിങ്ങൾക്ക് പുസ്തകങ്ങളും സഹായക ഗ്രന്ഥങ്ങളും ഒക്കെ ഉണ്ട്. അതൊക്കെ അതത് ക്ലാസ്സുകളിൽ നിങ്ങളുടെ അധ്യാപകർ നിങ്ങളോട് പറയും. ഓരോ അധ്യാപകരാണ് അതത് വിഷയത്തിന് ഏതാണ് വേണ്ടതെന്ന് നിങ്ങളോട് പറയുക. വേണോ എന്ന് തന്നെ പറയുന്നത് അവരാണ്. അല്ലാതെ സ്കൂളിലേതുപോലെ ഒരു സെറ്റ് പുസ്തകം നിങ്ങൾക്ക് തന്നിട്ടുള്ള ഒരു പഠനം ഇല്ല എന്ന് നിങ്ങൾ തിരിച്ചറിയും. ഞാൻ ഈ പറഞ്ഞത് ഉന്നത വിദ്യാഭ്യാസം ഒരു തുറന്ന ലോകമാണ്. ആകാശത്തൂടെ വിമാനം പറപ്പിക്കുന്ന പോലെയാ, റോഡിൽ കൂടെ കാർ ഓടിക്കുന്ന പോലെ അല്ല. സ്കൂളിൽ പഠിക്കുമ്പോൾ റോഡിൽ കൂടെ കാർ ഓടിക്കുന്ന പോലെ, ഇത് ആകാശത്തു കൂടി വിമാനം ഓടിക്കുന്നത് പോലെയാണ്. അവിടെ നിങ്ങൾക്ക് നേരിട്ടൊരു വഴിയൊന്നും അവിടെ ടാർ ചെയ്ത് ഇട്ടിട്ടില്ല.
അപ്പോൾ നിങ്ങൾക്ക് എത്ര ഉയരാൻ പറ്റും, എത്ര വേഗത്തിൽ പോകാൻ പറ്റും ഒക്കെ നിങ്ങളാണ് തീരുമാനിക്കുന്നത്. ഇതാ ഒരു ഉദാഹരണം നോക്കൂ. നമ്മുടെ കോളേജിൽ ബികോം പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ BSc മാത്തമാറ്റിക്സോ ബോട്ടണിയോ പഠിക്കുന്ന കുട്ടികൾക്ക് അതിൻ്റെ കൂടെ പഠിക്കാവുന്ന ചില കോഴ്സുകൾ നമ്മുടെ കോളേജിൽ തന്നെ നടപ്പാക്കുന്നുണ്ട്. വാല്യൂ എഡ്യൂക്കേഷൻ്റെ ഒരു പ്രോഗ്രാം ഉണ്ട്. ഇത് കമ്പൽസറി ആയിട്ട് എല്ലാ കുട്ടികൾക്കും നമ്മൾ നൽകുന്നതാണ്. ഹെൽത്ത് എഡ്യൂക്കേഷൻ ആൻഡ് യോഗ എന്നൊരു കോഴ്സ് നമ്മുടെ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് താല്പര്യമുള്ള കുട്ടികൾക്ക് പോയി പങ്കെടുക്കാവുന്നതാണ്. സർട്ടിഫിക്കറ്റും കിട്ടും. കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ടാലി ERP9 അത് കൊമേഴ്സ് വിഭാഗം നടപ്പാക്കുന്ന കോഴ്സാണ്. അതിൽ പങ്കെടുക്കാം. ICT ആൻഡ് MS ഓഫീസ് വീണ്ടും കൊമേഴ്സ് നടത്താണ്. കമ്പ്യൂട്ടറൈസ്ഡ് ഓഫീസ് അത് സെൽഫ് ഫൈനാൻസിങ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് നടപ്പാക്കുന്ന കോഴ്സാണ്. ഇതിൽ അവിടുത്തെ കുട്ടികൾക്ക് മാത്രമല്ല താല്പര്യമുള്ള മറ്റു കുട്ടികൾക്കും കൂടി പങ്കെടുക്കുന്നതിനുള്ള അവസരമുണ്ട്. നോക്കൂ, നമുക്ക് ഒരു റിസർച്ച് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു, ഒന്നേ ഉള്ളൂ. അത് കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അവര് ടാലി ഉണ്ട്, അതുപോലെ റിസോഴ്സസും വെബ്സൈറ്റും അവർക്കുണ്ട്. മൂക്സ് ഓൺലൈനായി നിങ്ങൾക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോഴ്സുകൾ ചെയ്യുന്നതിനുള്ള സാധ്യതകളുണ്ട്. ഉദാഹരണത്തിന് ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിങ്ങൾ BA പഠിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾ BSc മാത്തമാറ്റിക്സോ കൊമേഴ്സോ പഠിക്കുന്ന കുട്ടിയാണെങ്കിലും, ഏത് കോഴ്സ് പഠിക്കുന്ന കുട്ടിയാണെങ്കിലും ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റ് മുൻകൈ എടുത്ത് കോർഡിനേറ്റ് ചെയ്യുന്ന കോഴ്സുകളിൽ, അതുപോലെ ഏത് ഡിപ്പാർട്ട്മെന്റും മുൻകൈ എടുത്ത് കുട്ടികൾക്കായി ക്രമീകരിച്ച് കൊടുക്കുന്ന മൂക്സ് കോഴ്സുകൾ, ഇത് ആരുടെ സഹായമില്ല, നിങ്ങൾക്ക് തന്നെ ഓൺലൈനായിട്ട് ചെയ്യാം. പക്ഷെ ഇവിടെ അധ്യാപകർ അതിന് ക്രമം ഒരുക്കി തരും. അങ്ങനെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. അത് ലോകത്തിലെ 1ാം നമ്പർ യൂണിവേഴ്സിറ്റി ആയിട്ട് പറയപ്പെടുന്ന മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി USA, അവിടെ മുതൽ ഇന്ത്യയിലെ IIT-കളുടെ പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളുടെ എല്ലാം കോഴ്സുകൾ ഓൺലൈനായി ചെയ്യുന്നതിനുള്ള അവസരമുണ്ട്. മിക്ക ഡിപ്പാർട്ട്മെന്റുകൾ അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. ഞാനീ പറയുന്നത്, നിങ്ങൾ 3 വർഷത്തെ BA ഹിസ്റ്ററിക്ക് ചേർന്നിട്ട് പുറത്തിറങ്ങുമ്പോൾ BA ഹിസ്റ്ററിക്കൊപ്പം MIT-യിലെ അല്ലെങ്കിൽ മസാച്യുസെറ്റ്സ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെയോ ബോംബെ IIT-യിലെയോ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെയോ ഒക്കെ സംഘടിപ്പിക്കുന്ന കോഴ്സുകളുടെ സർട്ടിഫിക്കറ്റുകളും കൂടി സ്വന്തമായുള്ളവരായി വിവിധ മേഖലകളിൽ നിങ്ങളുടെ താല്പര്യമനുസരിച്ച് വൈദഗ്ധ്യമുള്ളവരായി പുറത്തിറങ്ങുന്നതിനുള്ള വലിയ സാധ്യതയാണ് ഇവിടെ നിങ്ങൾക്ക് തുറന്നു കിട്ടുന്നത്. കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റിൽ ഒരു ജേണൽ അവർക്കുണ്ട്, ഓൺലൈൻ റിസർച്ച് ജേണൽ, ഡൊമിനിക്കൻ ജേണൽ എന്ന പേരിൽ. നമ്മുടെ കോളേജ് പഠനത്തിൽ 1ാമതാണ് എന്ന് ഞാൻ പറഞ്ഞു. അതിന്റെ ചെറിയൊരു അടയാളം മാത്രം വളരെ പെട്ടെന്ന് കാണിച്ചു തരാം. 21 റാങ്കുകളാണ് കഴിഞ്ഞ വർഷം നമ്മൾ സ്വന്തമാക്കിയത്. ഇത് UG അല്ലെങ്കിൽ ഡിഗ്രി റിസൾട്ടുകൾ മാത്രം വന്നപ്പോഴാണ്. PGയുടെ റിസൾട്ട് വരുമ്പോൾ തീർച്ചയായും ഇനി ഒത്തിരി റാങ്കുകൾ വേറെ വരും. A+ ധാരാളമുണ്ട്. യൂണിവേഴ്സിറ്റിയിൽ ഒരു കോളേജിലെ എല്ലാ കോഴ്സുകളിലും എല്ലാ പഠന പദ്ധതികളിലും റാങ്കും എല്ലായിടത്തും തന്നെ യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും മികച്ച റിസൾട്ടും ഉള്ള കലാലയം ഏത് എന്ന് ചോദിച്ചാൽ MG യൂണിവേഴ്സിറ്റിയിൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് സെന്റ് ഡൊമിനിക്സ് കോളേജ് കാഞ്ഞിരപ്പള്ളിയാണ്. ഇതാ നിങ്ങളുടെ മുതിർന്ന സഹോദരരുടെ ചില വിജയം വരിച്ച തിളങ്ങുന്ന മുഖങ്ങൾ പെട്ടെന്നൊന്ന് കണ്ടുപോവുക. BA ഇംഗ്ലീഷിലും BSc ബോട്ടണി, BCom, BA ഇംഗ്ലീഷ്, വീണ്ടും ഇതാ ബോട്ടണി, ഇംഗ്ലീഷ്, ബോട്ടണി. ഞാൻ സമയക്കുറവ് കൊണ്ട് ഇവരുടെ മുഖം നിങ്ങളെ പെട്ടെന്നൊന്ന് കാണിച്ച് കടന്നു പോകുന്നതേ ഉള്ളൂ. എക്കണോമിക്സ്, ഇംഗ്ലീഷ്, ബോട്ടണി, മാത്തമാറ്റിക്സ്, എക്കണോമിക്സ്, BA ഇംഗ്ലീഷ്. ഇംഗ്ലീഷ് വിഭാഗത്തിൽ 6, ബോട്ടണിയിൽ 7, കൊമേഴ്സിൽ 2, വീണ്ടും സെൽഫ് ഫൈനാൻസിങ് കൊമേഴ്സിൽ 2, റെഗുലർ കൊമേഴ്സിൽ 1, എക്കണോമിക്സിൽ 2 എന്നിങ്ങനെ ഫിസിക്സിൽ 1, കെമിസ്ട്രിയിൽ 1, മാത്തമാറ്റിക്സിൽ 1. 21 റാങ്കുകളാണ് കഴിഞ്ഞ വർഷം. ഇതിനോടൊപ്പം തന്നെ നമ്മുടെ കലാലയത്തിന്റെ, നിങ്ങൾക്കറിയാം, ഗ്രാമീണ അന്തരീക്ഷത്തിലുള്ള കാഞ്ഞിരപ്പള്ളിക്ക് ഇപ്പുറത്ത് നോക്കൂ, കുമളിക്ക് അടുത്ത് വരെ എരുമേലിക്ക് അപ്പുറത്തുള്ള കൊച്ചു കൊച്ചു ഗ്രാമങ്ങളിൽ നിന്ന് ഒക്കെ കടന്നു വരുന്ന വളരെ സാധാരണമായ ചുറ്റുപാടുകളിൽ നിന്നുള്ള കുട്ടികളാണ് ഈ കലാലയത്തിൽ പഠിക്കുന്ന കുട്ടികൾ. അവർ കൈവരിച്ച നേട്ടമാണിത്. ഈ നേട്ടത്തിന് ഇരട്ടി മധുരം അല്ല, അതിന് 4-5 മടങ്ങ് മധുരമുണ്ട്. അതിനേക്കാൾ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്നറിയാമോ? ഇവിടെ ഡിഗ്രി പഠിച്ചിറങ്ങുന്ന കുട്ടികളിൽ മോശമല്ലാത്തൊരു എണ്ണം കുട്ടികൾ, ഇന്ത്യയിലെ
ഏറ്റവും മികച്ച എണ്ണപ്പെട്ട കലാലയങ്ങളിലേക്ക് PGയും അതിനുശേഷമുള്ള കോഴ്സുകളും പഠിക്കുന്നതിന് എൻട്രൻസ് എഴുതി നേടി കടന്നു പോകുന്നുണ്ടെന്നുള്ളതാണ്. അതായത് ഇവിടുത്തെ 3 വർഷത്തെ പരിശീലനം കഴിയുമ്പോഴേക്ക് രാജ്യത്തെ ഏറ്റവും മികച്ച നിലവാരത്തിലേക്ക് ഉയരാൻ കഴിയുന്ന കുട്ടികളാണ് നമ്മുടെ കുട്ടികൾ. നോക്കൂ, ഞാനീ പറഞ്ഞത് അടുത്ത വർഷം എനിക്കിത് അവതരിപ്പിക്കാൻ അവസരം ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഫോട്ടോ വെക്കാൻ പറ്റില്ല. ഇപ്പോഴത്തെ തേർഡ് ഇയറുകാരുടെ വെച്ചോളാം. 3 കൊല്ലം കഴിയുമ്പോൾ നിങ്ങളത് വെക്കണം. അതിനുള്ള അവസരം ഉണ്ടാകണം. നോക്കൂ, നമ്മുടെ കോളേജിലെ സൗകര്യങ്ങളെ കുറിച്ച് ഞാൻ വളരെ പെട്ടെന്നൊന്ന് ചുരുക്കി പറയാം. 61 ക്ലാസ് മുറികളും 11 സ്റ്റാഫ് റൂമുകളും 2-3 സെമിനാർ ഹാളുകളും ഉണ്ട്. സെമിനാർ ഹാളുകളിൽ 2 AC ആണ്. ഒന്നിൽ 250ഓളം പേർക്ക് ഇരിക്കാം, ഒന്നിൽ 100 പേർക്ക് ഇരിക്കാം. ലബോറട്ടറികൾ നമുക്ക് 7ഉം 1ഉം 8 ഉണ്ട്. ഇതിൽ 8ാമത്തേന്ന് പറയുന്നത് അന്താരാഷ്ട്ര സൗകര്യമുള്ള മികച്ച ഗവേഷണ ലാബാണ്. ഈ വർഷം പണി പൂർത്തിയായി പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നതാണ്. നമ്മുടെ സെൻട്രൽ ലൈബ്രറിയെ കുറിച്ച് ഞാൻ വീണ്ടും പറയും. അതുകൂടാതെ 9 ഡിപ്പാർട്ട്മെന്റുകൾക്ക് അവരുടേതായ ലൈബ്രറികൾ വേറെയുണ്ട്. കമ്പ്യൂട്ടർ ലാബുണ്ട്, ലാംഗ്വേജ് ലാബ്, നിങ്ങളുടെ ഉച്ചാരണവും ഇംഗ്ലീഷ് കേട്ട് മനസ്സിലാക്കുന്നതിനുള്ള കഴിവും ഒക്കെ ക്രമപ്പെടുത്തുന്നതിനുള്ള സൗകര്യമാണ്. അതോടൊപ്പം തന്നെ ഡിപ്പാർട്ട്മെന്റുകളിലെ കമ്പ്യൂട്ടർ ലാബ് എല്ലാം കൂടി ആകെ 6 കമ്പ്യൂട്ടർ ലാബുകൾ നമുക്കുണ്ട്. NSSന് പ്രത്യേകമായ മുറിയുണ്ട്. പ്രദേശത്തെ ഏറ്റവും വലിയ ഓഡിറ്റോറിയം നമ്മുടേതായിരുന്നു. ഇപ്പൊ 2 കൂടി ഒപ്പം നിൽക്കുന്നത് ഈ കാഞ്ഞിരപ്പള്ളി പ്രദേശത്ത് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിലും 1000 പേർക്ക് ഒന്നിച്ച് ഇരിക്കാവുന്ന, കോളേജിൽ 1500-ലധികം കുട്ടികളുണ്ട്, മുഴുവൻ പേർക്ക് നിൽക്കാൻ സൗകര്യമുള്ള ഓഡിറ്റോറിയം നമുക്കുണ്ട്. 400 കുട്ടികൾക്ക് ഇരിക്കാവുന്ന ചെറിയ ഓഡിറ്റോറിയം മറ്റൊന്നുണ്ട്. ഇനി ഒരു കാന്റീൻ നമുക്കുണ്ട്. കാന്റീൻ ലളിതമായ സൗകര്യത്തിലാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. പുതിയ കാന്റീൻ കെട്ടിടം പണി കഴിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് നമ്മുടെ കാന്റീനിൽ സുരക്ഷിതമായ കൃത്യമായ ഗുണനിലവാര പരിശോധന കോളേജ് നടത്തി ഉറപ്പാക്കുന്ന വൃത്തിയും വെടിപ്പുമുള്ള അന്തരീക്ഷമുള്ള മനോഹരമായ നല്ല ഭക്ഷണം തരുന്ന കാന്റീൻ ഉണ്ട്. ഇതിനേക്കാളൊക്കെ അപ്പുറത്ത് അതിസുന്ദരനായ ഒരു ചെറുപ്പക്കാരനാണ് കാന്റീൻ നടത്തിപ്പുകാരൻ. നല്ല പെരുമാറ്റ മര്യാദയുമുള്ള അരുൺ എന്ന ചെറുപ്പക്കാരൻ നടന്ന കാന്റീൻ നമുക്ക് നിലവിലുണ്ട്. വൈഫൈ സൗകര്യം കോളേജിലുണ്ട്. റൂസായുടെ ഫണ്ടോടുകൂടി നമ്മൾ പുതിയ ലൈബ്രറി കെട്ടിടവും ലൈബ്രറി നിലവിലുള്ളത് വികസിപ്പിക്കുകയും ഒപ്പം കാന്റീനും പണി കഴിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഹോസ്റ്റൽ സൗകര്യം പണി കഴിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. 177 പേർക്കുള്ള സൗകര്യം വരെയായി, ഇനിയും വളരും. പ്രിന്റ് ആൻഡ് കോപ്പി എന്ന ഒരു സൗകര്യം നമുക്കുണ്ട്. ലൈബ്രറിയോട് ചേർന്നാണ് കുട്ടികൾക്ക് ആവശ്യമുള്ള ഫോട്ടോസ്റ്റാറ്റ് എടുക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഡൗൺലോഡ് ചെയ്യുന്നത് പ്രിന്റ് എടുക്കുകയോ ചെയ്യാം. രണ്ടിനും ഒരേ റേറ്റ് തന്നെയാണ്. ഗുണനിലവാരമുള്ള പ്രിന്റ് കുറഞ്ഞ റേറ്റിൽ ലഭ്യമാക്കുന്ന PTA സാമ്പത്തിക സഹായത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒന്നാണ് അത്. അല്പം വ്യത്യസ്തമായ നിറത്തിൽ ഹോണസ്റ്റി ഷോപ്പ് എന്നൊന്ന് കാണിച്ചിട്ടുണ്ട്. പ്രത്യേകം എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ കോളേജിന്റെ അതൊരു നേട്ടമല്ല, ഒരു നേട്ടത്തിന്റെ അടയാളമാണ്. കാരണം കുട്ടികൾക്ക് ദൈനംദിനാടിസ്ഥാനത്തിൽ ആവശ്യം വരുന്ന പേപ്പർ, പേന, റബ്ബർ, സ്കെയിൽ ഇങ്ങനെയുള്ള വസ്തുക്കൾ, അതോടൊപ്പം തന്നെ മറ്റ് നോട്ട് ബുക്ക് പോലെയുള്ള വസ്തുക്കൾ, പുസ്തകങ്ങൾ, ഇങ്ങനെയുള്ള സംഗതികളെല്ലാം ലൈബ്രറിയോട് ചേർന്നുള്ള ഒരു കോണിൽ ഒരു വലിയ മേശയിൽ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നു. ഓരോന്നിന്റെയും വില അതതിൽ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതിനടുത്ത് ഒരു പണപ്പെട്ടി വെച്ചിട്ടുണ്ട്. അതിന് പൂട്ടില്ല, അത് തുറന്നു വെച്ചിരിക്കുകയാണ്. കോളേജ് മുഴുവനും സർവലൻസ് ക്യാമറയുണ്ട്. പക്ഷേ ഈ ഓണസ്റ്റി ഷോപ്പിന്റെ അവിടെ ക്യാമറയും വെച്ചിട്ടില്ല. കുട്ടികൾ അവരവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ സ്വന്തമായി വന്ന് എടുത്തിട്ട് അതിൻ്റെ വില അവർ തന്നെ തുറന്നു വെച്ചിരിക്കുന്ന പണപ്പെട്ടിയിൽ നിക്ഷേപിച്ചിട്ട് ബാലൻസ് വേണമെങ്കിൽ വേണ്ട രീതിയിലാണ് അതും എടുത്ത് കടന്നു പോകുന്ന രീതിയാണ് ഇവിടെ ഉള്ളത്. ഇങ്ങനെയൊന്നും നടക്കുമോ ഒരു കോളേജിൽ എന്ന് ഞങ്ങൾ അധ്യാപകർ, പുറത്തുള്ള കോളേജിലെ അധ്യാപകരോട് ഈ ഒരു സംഗതി ഇവിടെ ഉണ്ട് എന്ന് പറയുമ്പോൾ ഒരു സംശയം പ്രകടിപ്പിക്കാറുണ്ട്. ആരും അവിശ്വസിക്കേണ്ട. 5 വർഷമായിട്ട് ഇപ്പോഴത് 6ാം വർഷത്തിലേക്ക് കടന്നിരിക്കുന്ന 6 വർഷമായി വളരെ വിജയകരമായി ഒരു പൈസയും നഷ്ടപ്പെടാതെ ഇതാ നമ്മുടെ ഓണസ്റ്റി ഷോപ്പ് വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, അതൊരു വിജയമല്ല, ഒരു വിജയത്തിന്റെ അടയാളമാണ്. എന്താണ് വിജയം? നമ്മുടെ കലാലയത്തിൽ പഠിക്കുന്ന നിങ്ങളുടെ ജ്യേഷ്ഠത്തിമാരും ജ്യേഷ്ഠന്മാരും സത്യസന്ധത, ഉന്നതമായ സ്വഭാവ ഗുണം എന്നിവയൊക്കെ കരസ്ഥമാക്കിയാണ് ഇവിടെ നിന്ന് കടന്നു പോകുന്നത് എന്നുള്ളതിന്റെ സാക്ഷ്യപത്രമായിട്ടാണ് ഈ ഓണസ്റ്റി ഷോപ്പ് ഇവിടെ നിലനിൽക്കുന്നത്. ഞാൻ പറയുന്നത്, നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള വസ്തുക്കൾക്ക് ആവശ്യമുള്ളപ്പോൾ ഇവിടേക്ക് കടന്നു വരിക. അത് നിങ്ങൾക്ക് സ്വയം എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്.
ഇതൊക്കെ പഠനവുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളാണ് ഞാൻ അവതരിപ്പിച്ചത്. ഇനി അത് കൂടാതെയുള്ള മറ്റു ചില സൗകര്യങ്ങൾ. നമ്മുടെ ഗ്രൗണ്ട് കോട്ടയം ജില്ലയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ഗ്രൗണ്ടാണ്. 400 മീറ്റർ അത്ലറ്റിക് ട്രാക്ക് അടക്കമുള്ള സകല സൗകര്യങ്ങളുമുള്ള ഗ്രൗണ്ടാണ്. കോട്ടയത്തെ പോലീസ് ഗ്രൗണ്ട് മാത്രമേ ഉള്ളൂ നമുക്ക് മുമ്പിൽ. കൃത്യമായി മെയിൻറ്റെയിൻ ചെയ്യുന്നുമുണ്ട്. വോളിബോളും ബാസ്കറ്റ് ബോളും കളിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ട്. ഫുട്ബോൾ പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ക്രിക്കറ്റ് പിച്ചും ഉണ്ട്. ഒരു ജിംനേഷ്യം ഉണ്ട്. ഈ ജിംനേഷ്യം ക്ലാസ് സമയത്തിന് ശേഷം പ്രവർത്തിക്കുന്നുണ്ട്. ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഒക്കെ അവിടെ വരികയും മസിൽ പെരുപ്പിക്കുകയും ചെയ്യാവുന്നതാണ്. പെരുപ്പിക്കുക മാത്രമല്ല, ഉറപ്പിക്കുകയും ചെയ്യാം. ഇനി പെൺകുട്ടികൾക്ക് ഉള്ള ഒരു വെയിറ്റ് ലിഫ്റ്റിംഗ് സെറ്റും ആൺകുട്ടികൾക്കുള്ള 2 സെറ്റും ഉണ്ട്. സിന്തറ്റിക് റൺവേ ഒരെണ്ണമുണ്ട്. ലോങ് ജമ്പിനുള്ള പിച്ച് വേറൊന്നും ഉണ്ട്. ഇൻഡോർ ഷട്ടിൽ കോർട്ട് ഉണ്ട്, 2 എണ്ണമുണ്ട്. ഓഡിറ്റോറിയത്തിന്റെ ഉള്ളിലാണ്. സ്പോർട്സ് ഗുഡ്സ് ശേഖരിക്കുന്ന പ്രത്യേക സ്ഥലമുണ്ട്. ഹെൽത്ത് റൂമുണ്ട്. ഹൈ ജമ്പിനുള്ള മാറ്റുണ്ട്. ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും എല്ലാ കുട്ടികൾക്കും ഉപയോഗിക്കാവുന്നതാണ്. ഏതെങ്കിലുമൊക്കെ കുട്ടികൾ പ്രത്യേക രീതിയിൽ സവിശേഷതകളുള്ള കുട്ടികളാണെങ്കിൽ, ഡിഫറൻ്റ്ലി ഏബിൾഡ്, അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. റാമ്പുണ്ട്. കഴിവതും അത്തരം കുട്ടികൾക്ക് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതിന് താഴത്തെ നിലയിൽ തന്നെ സൗകര്യം ഒരുക്കുന്നതിനൊക്കെ കോളേജ് ശ്രദ്ധിക്കാറുണ്ട്. ഇനി ഞാൻ പറയാൻ പോകുന്നത് കോളേജിന്റെ ഹൃദയത്തെക്കുറിച്ചാണ്. ഞാൻ പറഞ്ഞു കുട്ടികളാണ് കോളേജിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. എങ്കിൽ ഒരു ഇടം എന്ന നിലയ്ക്ക് കലാലയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ലൈബ്രറിയാണ്. ലൈബ്രറിയാണ് കോളേജിന്റെ ഹൃദയം. നിങ്ങൾ ഓർത്തിരിക്കുക, കുട്ടികൾ കലാലയത്തിലേക്ക് കടന്നു വന്നു കഴിഞ്ഞ് നിങ്ങൾക്ക് സ്വയം നല്ലൊരു വിദ്യാർത്ഥിയാണോ എന്ന് വിലയിരുത്താൻ ഞാനൊരു ചെറിയ മാനദണ്ഡം പറഞ്ഞു തരാം. ക്ലാസ് നടക്കുമ്പോൾ ക്ലാസ്സിൽ ഇരിക്കുന്ന കുട്ടി അല്ല ഏറ്റവും മികച്ച കുട്ടി. ക്ലാസ് ഇല്ലാത്തപ്പോൾ നിങ്ങൾ എങ്ങനെ സമയം ചെലവഴിക്കുന്നു, അതാണ് അളവുകോൽ. നിങ്ങളുടെ അധ്യാപകർ നിങ്ങളെ നോക്കുന്നില്ലാത്തപ്പോൾ, നിങ്ങൾ നിരീക്ഷിക്കപ്പെടുന്നില്ലാത്തപ്പോൾ നിങ്ങൾ സമയം ചെലവഴിക്കുന്നത് എവിടെയാണ് എന്നതാണ് ചോദ്യം. അത് ലൈബ്രറിയിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണീരിനോടും വിയർപ്പിനോടും ഉത്തരവാദിത്വമുള്ളവരാണ്. നിങ്ങളുടെ ജീവിതത്തോട്, ഭാവിയോട് ഉത്തരവാദിത്വമുള്ളവരാണ്. നിങ്ങൾ വിജയിക്കുന്നവരാണ്. ഓർക്കുക, സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുണ്ട്, നോക്കൂ, ഒരു ഭിക്ഷക്കാരൻ പോലും തീപ്പെട്ടി വാങ്ങുമ്പോഴും അയാളുടെ അധ്വാനത്തിന്റെ ഒരു പങ്ക് നികുതിയായി കൊടുക്കുന്നുണ്ട്. അങ്ങനെയുള്ള നികുതി കൊണ്ടാണ് സർക്കാർ ഒഴുക്കുന്ന ഓരോ സേവനവും. അത് നമുക്ക് വേണ്ടി വ്യയം ചെയ്യപ്പെടുകയാണ്. നിങ്ങളുടെ ഒക്കെ മാതാപിതാക്കന്മാർ നിങ്ങളെക്കാൾ ആരോഗ്യമുള്ളവരായിട്ട് ആർക്കും തന്നെ ഉണ്ടാവില്ല, കുറഞ്ഞവരാകും. പക്ഷെ അവർ നമുക്ക് വേണ്ടി വിയർപ്പൊഴുക്കുകയാണ്. എന്തിന്? നമ്മൾ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കണം. എങ്കിൽ നിങ്ങൾ ഉത്തരവാദിത്തത്തോടെ പ്രവർത്തിക്കുന്നെങ്കിൽ നിങ്ങൾ ലൈബ്രറിയിലാവും. ലൈബ്രറിയിൽ 2 കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാം, 3 കാര്യങ്ങൾ ചെയ്യാം. 3, 1, നിങ്ങളുടെ പഠനവുമായി ബന്ധപ്പെട്ട പുസ്തകം തുറക്കുക, വായിക്കുക. 2, നിങ്ങളുടെ ഇവിടുത്തെ പഠന പദ്ധതി ഹിസ്റ്ററി, BSc മാത്തമാറ്റിക്സ്, കെമിസ്ട്രി, ഫിസിക്സ്, അതിനപ്പുറത്തേക്ക് നിങ്ങളുടെ അറിവിന്റെ ലോകത്തെ വിശാലമാക്കുന്നതിനുള്ള വായനയിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുന്നതിനും ഇതാണ് ഇടം. 3, ഒന്നുകൂടിയുണ്ട്, നിങ്ങളുടെ മനസ്സംസ്കരണം. നിങ്ങളുടെ വ്യക്തിത്വത്തെ വിശാലമാക്കുക, നിങ്ങളുടെ കാഴ്ചപ്പാടുകളെ ആഴമുള്ളതാക്കുക, നിങ്ങളുടെ വ്യക്തിത്വത്തിന് മാറ്റുകൂട്ടുക. നിങ്ങൾ കനമുള്ള, ഈടുള്ള മനുഷ്യ വ്യക്തികളായിട്ട് മാറുക. അതിന് പരന്ന സാഹിത്യത്തിന്റെ വായന. 4ാമത് ഒരു കാര്യം കൂടി നിങ്ങൾക്ക് സാധിക്കും ലൈബ്രറിയിൽ നിന്ന്. അവിടെ നിങ്ങൾക്ക് കരിയർ സംബന്ധമായ എല്ലാ മാസികകളും പത്രങ്ങളും വരും. നിങ്ങൾക്കൊരു തൊഴിൽ വേണം. 3 വർഷം കോളേജ് ലൈബ്രറിയുടെ സൗകര്യങ്ങൾ പരമാവധി ഉപയോഗിക്കുന്ന ഒരു കുട്ടി ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഉദാത്തമായ വ്യക്തിത്വവും ആഴമായ വിഷയപരിജ്ഞാനവും വിശാലമായ അറിവും അതിനൊക്കെ ഒപ്പം ഒരു തൊഴിലും അല്ലെങ്കിൽ തൊഴിലിലേക്ക് അടുത്ത അവസ്ഥയും സ്വന്തമാക്കി ഇറങ്ങാൻ സാധിക്കും. ഓർക്കുക, ക്ലാസ് മുറിയിൽ അല്ല നിങ്ങളെ യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് അളക്കാവുന്നത്. ഫ്രീ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾ എവിടെ പോകുന്നു? നിങ്ങൾ ലൈബ്രറിയിലാണോ, മരച്ചുവട്ടിലാണോ, ക്യാൻറ്റീനിലാണോ, റോഡരികിലാണോ എന്നുള്ളിടത്ത് നിങ്ങൾ സ്വയം നിങ്ങൾക്ക് അളക്കാനാവും എന്ന് മറക്കാതിരിക്കുക. ഓർക്കുക, ലൈബ്രറിയാണ് ഹൃദയം. ബോധിമരച്ചുവട് ലൈബ്രറിയാണ്. അവിടെ ഇരുന്നാലാണ് ബോധോദയം ഉണ്ടാവുക. അപ്പോഴാണ് നിങ്ങൾ വളരുക. അപ്പോഴാണ് ലോകത്തിന് ഉപകാരപ്പെടുന്നവരായിട്ട് നിങ്ങൾ മാറുക. 34,337 പുസ്തകങ്ങൾ ഭൗതിക രൂപത്തിലും 51,000 ബുക്കുകളും
600 ജേണലുകളും മറ്റ് പീരിയോഡിക്കൽസും നിങ്ങളെ അവിടെ കാത്തിരിക്കുന്നുണ്ട്. ഇൻഫ്ലിപ്നെറ്റ് ലക്ഷക്കണക്കിന് പുസ്തകങ്ങൾ UGCയുടെ ലഭ്യമാക്കുന്ന സംവിധാനം. ഡെൽനെറ്റ് നോക്കൂ, ഇന്ത്യയിലെ ഏത് പ്രധാനപ്പെട്ട ലൈബ്രറിയിൽ നിന്നും ഉള്ള പുസ്തകം നിങ്ങൾക്ക് ഈ ലൈബ്രറിയിൽ ഇരുന്നുകൊണ്ട് സെർച്ച് ചെയ്യുകയും നിങ്ങൾക്ക് ആ ലൈബ്രറിയിൽ നിന്ന് ഇവിടേക്ക് അയച്ചു വരുത്തി എടുത്ത് വായിച്ച് മടക്കി കൊടുക്കുകയും ചെയ്യാവുന്ന സംവിധാനമാണ് ഡെൽനെറ്റ്. ഡൽഹി ബേസ്ഡ് നെറ്റ്വർക്കാണ്. ഇന്റർ ലൈബ്രറി ലെൻഡിങ് സിസ്റ്റം എന്നും പറയും. നമ്മുടെ കലാലയത്തിൽ ഉണ്ട്. അതായത് നിങ്ങൾ ഈ കോളേജിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡൽഹിയിലെയോ JNUയിലെയോ ലൈബ്രറിയിലുള്ള പുസ്തകം ഇവിടെ ഇരുന്നുകൊണ്ട് എടുക്കാം, തപ്പാം, എടുക്കാം, വായിച്ചെടുത്ത് തിരിച്ചു കൊടുത്താൽ മതി. പുസ്തകം കൃത്യമായിട്ട് നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടും. ഇന്റർനെറ്റ് സൗകര്യം അവിടെയുണ്ട്, സൗജന്യമായിട്ട് ലഭിക്കും. റഫറൻസ് സെക്ഷൻ പ്രത്യേകമായിട്ട് ലൈബ്രറിക്കുണ്ട്. മുൻ വർഷങ്ങളിലെ എല്ലാ പരീക്ഷകളുടെയും ചോദ്യപേപ്പറുകൾ ബൈൻഡ് ചെയ്ത് അവിടെ ലൈബ്രറിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. പോയി എടുത്ത് നോക്കാം, പരീക്ഷയ്ക്ക് ഒരുങ്ങാം. അതുപോലെ നിങ്ങൾക്ക് മത്സര പരീക്ഷകൾക്ക് ഒരുങ്ങുന്നതിനുള്ള പ്രത്യേകമായ സംവിധാനവും ആവശ്യമായ എല്ലാ പുസ്തകങ്ങളും അവിടെയുണ്ട്. സിവിൽ സർവീസ് ആസ്പയറിംഗ് സ്റ്റുഡൻസ് ക്ലബ്ബ്, അവർക്ക് പ്രത്യേകമായ ഒരു അലമാരയുണ്ട്, ആവശ്യമായ പുസ്തകങ്ങളുണ്ട്. നിങ്ങൾക്ക് ഡിജിറ്റൽ റിപ്പോസിറ്ററി, അവിടെ ധാരാളം പുസ്തകങ്ങൾ ലഭ്യമാകും. ഇന്റർനെറ്റ് ലാബ് അതിനോട് ചേർന്നുണ്ട്. കോഹ എന്നുള്ള സോഫ്റ്റ്വെയർ വഴിയായിട്ടാണ് പുസ്തകത്തിന്റെ കാര്യങ്ങൾ മുഴുവൻ ചെയ്യുക. ഇവിടെ 2 കാര്യങ്ങൾ: ഡിസ്കഷൻ ഫോറം, പുതിയ പുസ്തകങ്ങളും ആശയങ്ങളും പരിചയപ്പെടുന്നതിനുള്ള അവസരം ഒരുക്കുന്ന ലൈബ്രറിയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരു ക്ലബ്ബാണ്. മറ്റൊന്ന് ബുക്ക് ബാങ്ക് ഫെസിലിറ്റിയാണ്. അതായത് നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകൾ അല്ലെങ്കിൽ അതിന് സമാനമായ രീതിയിലുള്ള പുസ്തകങ്ങൾ വാങ്ങി ഉപയോഗിക്കാൻ സാമ്പത്തിക പരിമിതിയുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവരെ സഹായിക്കുന്നതിനുള്ള സംവിധാനമാണ് ബുക്ക് ബാങ്ക് ഫെസിലിറ്റി. കോളേജിലെ ലൈബ്രറിയിൽ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ സൂക്ഷിച്ചിട്ടുണ്ടാവും. നിങ്ങൾക്ക് വർഷാരംഭത്തിൽ തന്നെ ആവശ്യപ്പെട്ട ലൈബ്രറിയിൽ നിന്ന് ഈ പുസ്തകങ്ങൾ വാങ്ങാം. വാങ്ങി നിങ്ങൾ ഉപയോഗം കഴിഞ്ഞ് ഒരു സെമസ്റ്റർ കഴിഞ്ഞിട്ട് തിരിച്ചു കൊടുത്താൽ മതിയാവും. അത്തരത്തിലുള്ള സൗകര്യങ്ങളുള്ളതാണ് നമ്മുടെ ലൈബ്രറി. നോക്കൂ, നമ്മുടെ കലാലയം സമൂഹത്തിന് വേണ്ടി ഇത്രയും മേഖലകളിൽ സംഭാവനകൾ ചെയ്യാൻ തയ്യാറായ വൈദഗ്ധ്യമുള്ള അധ്യാപകരും മറ്റ് വ്യക്തികളും സൗകര്യങ്ങളും ഉള്ള സ്ഥലമാണ്. നിങ്ങൾ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് എല്ലാം ഞാൻ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, പ്രധാനപ്പെട്ട ചിലത്. ഇതിലേതെങ്കിലും ഒരു മേഖലയിൽ സൗകര്യമോ സേവനമോ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ പ്രിൻസിപ്പലിനെയോ IQAC കോർഡിനേറ്ററെയോ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നിങ്ങൾക്ക് അതിനാവശ്യമായ സൗകര്യങ്ങൾ ക്രമീകരിച്ച് തരും. കമ്മ്യൂണിറ്റി ഹെൽത്ത്, നേച്ചർ പ്രിസർവേഷൻ, എക്കണോമിക് പ്ലാനിംഗ്, ഹോർട്ടിക്കൾച്ചർ, പുഷ്പകൃഷിയാണ്, ഫിസിക്കൽ ട്രെയിനിങ് ആൻഡ് ഫിറ്റ്നസ്, സ്പോർട്സ് ആൻഡ് ഗെയിംസ്. ഓർത്തിരിക്കുക, ഈ പരിസര പ്രദേശത്ത് കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിലും ഇടുക്കി ജില്ലയുടെ ഈ ഇങ്ങേ അറ്റത്തും ഒക്കെയുള്ള ആർക്കെങ്കിലും ഒക്കെ പോലീസിലോ അല്ലെങ്കിൽ ഫിസിക്കൽ ഫിറ്റ്നസ് ആവശ്യമുള്ള ഫോറസ്റ്റ് എക്സൈസ് പോലുള്ള ഏതെങ്കിലും മേഖല ജോലി കിട്ടിയിട്ടുണ്ടെങ്കിൽ മിക്കവാറും പേരൊക്കെ സെന്റ് തോമസ് കോളേജ് ഗ്രൗണ്ടിൽ വന്ന് പരിശീലനം എടുത്തവരാണ്. അവർക്ക് നിർദ്ദേശവും സൗകര്യവും ഒക്കെ ഇവിടുന്ന് സൗജന്യമായിട്ട് ലഭ്യമാക്കുന്നുണ്ട്. സ്പോർട്സ് ആൻഡ് ഗെയിംസ്, സമീപത്തെ സ്കൂളുകൾ അടക്കമുള്ള എല്ലാവർക്കും സൗകര്യങ്ങൾ നമ്മുടെ കലാലയമാണ് ലഭ്യമാക്കുന്നുണ്ട്. റെസ്പോൺസിബിൾ പേരന്റിങ്, സെക്സ് എഡ്യൂക്കേഷൻ, അതുപോലെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്, അതുപോലെ ടാക്സ് പ്രൊസീജിയർ, ഇതിലെല്ലാം നമ്മുടെ കോളേജ് നിർദ്ദേശങ്ങൾ നൽകും. സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ്, മെയിൻ്റനൻസ്, ഓർഗാനിക് ഫാമിംഗ്, പെഡഗോജിക്കൽ കൺസൾട്ടേഷൻ, ഫോറസ്റ്റേഷൻ എന്നിവയ്ക്കൊക്കെ ട്രാൻസ്ലേഷനെ സംബന്ധിച്ച് ഇന്ത്യ ഗവൺമെന്റിന്റെ 2 വിദഗ്ധര് നമ്മുടെ കോളേജിൽ ഉണ്ട്. ഇനി നമ്മുടെ കോളേജ് സാമൂഹിക പ്രസക്തമായ ധാരാളം ഇടപെടലുകൾ നടത്തുന്നുണ്ട്. നിങ്ങൾക്ക് അത്തരം നന്മകൾ ചെയ്യുന്നതിന് താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ എത്തുമ്പോൾ ചേർന്ന് പ്രവർത്തിക്കാൻ വേണ്ടി ചില സൂചനകൾ മാത്രം നൽകുകയാണ്. ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് നമ്മൾ സംഘടിപ്പിക്കുന്നുണ്ട്. അതുപോലെ ബ്ലഡ് ഗ്രൂപ്പുകൾ കണ്ടെത്തുന്നുണ്ട്. ബ്ലഡ് ഡൊണേഴ്സ് ഫോറം എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിന് പ്രത്യേകമായിട്ട് ഒന്നുണ്ട്. അതുപോലെ സമീപത്തുള്ള താലൂക്ക് ആശുപത്രി, കാഞ്ഞിരപ്പള്ളിയിലെ താലൂക്ക് ആശുപത്രിയിലും അടുത്തുള്ള ഒരു ചാരിറ്റി ഹോമിലും എല്ലാ ആഴ്ചയിലും 2 ദിവസം നമ്മുടെ കലാലയത്തിൽ നിന്ന് അധ്യാപകർ പ്രധാനമായി സഹകരിച്ച് ചില കുട്ടികളും കൂടി മുൻകൈ എടുത്തുകൊണ്ട് സൗജന്യമായി ഭക്ഷണം നമ്മൾ നൽകി വരുന്നു. ലീഗൽ അവയർനെസ് സെമിനാറുകൾ നമ്മൾ നടത്താറുണ്ട്. ഓർഗൻ ഡൊണേഷൻ ക്യാമ്പയിൻ, അതിന്റെ സൗകര്യങ്ങൾ നമ്മളിവിടെ ചെയ്യാറുണ്ട്. കിഡ്നി ഫൗണ്ടേഷനുമായി ചേർന്ന് നമ്മൾ പ്രവർത്തിക്കുന്നു. കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വ്യക്തിത്വ രൂപീകരണം നടത്തുന്നതിനുള്ള സൗകര്യങ്ങൾ ചെയ്യാറുണ്ട്. സമീപത്തെ നദികൾ, പരിസ്ഥിതി എന്നിവയുടെ സംരക്ഷണത്തിൽ കലാലയം നിർണായകമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. NSSഉം ഭൂമിത്ര സേനയുമാണ് അതിന് നേതൃത്വം നൽകുക. മെഡിക്കൽ ക്യാമ്പുകൾ കോളേജിലും പുറത്തും നമ്മൾ സംഘടിപ്പിക്കാറുണ്ട്. സെമിനാറുകളും വർക്ക്ഷോപ്പുകളും നടത്തുന്നുണ്ട്.
ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ പോപ്പുലേഷൻ എഡ്യൂക്കേഷൻ ക്ലബിന്റെ നേതൃത്വത്തിൽ ഒരു പാലിയേറ്റീവ് കെയർ യൂണിറ്റ് പ്രവർത്തിക്കുന്നുണ്ട്. നോക്കൂ, കുട്ടികൾക്കുള്ള സ്കോളർഷിപ്പുകളാണ്. ഞാൻ ഇത് പ്രത്യേകം തിരിച്ചു പറയുന്നില്ല, സമയം കുറവ് കൊണ്ട്. കോളേജിൽ നിന്ന് തന്നെ 5 ലക്ഷത്തോളം രൂപ, മൊത്തം 17 ലക്ഷത്തോളം രൂപയാണ് കഴിഞ്ഞ വർഷം സ്കോളർഷിപ്പുകളായി നമ്മുടെ കോളേജിൽ നിന്ന് ലഭ്യമാക്കിയിട്ടുള്ളത്. അത് പഠന മികവിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ നൽകുന്ന സ്കോളർഷിപ്പുകൾ, കൂടാതെ കുട്ടികൾ താരതമ്യേന സാമ്പത്തികമായി ബുദ്ധിമുട്ടുകളുള്ള കുട്ടികൾക്ക് പ്രത്യേകമായി ലഭിക്കുന്ന സ്കോളർഷിപ്പുകൾ, ഇവയെല്ലാം ചേർത്തിട്ടാണ് ഇത്രയധികം സൗകര്യങ്ങൾ ഉള്ളത്. നമ്മുടെ കലാലയത്തിന്റെ നടത്തിപ്പിൽ കുട്ടികൾക്ക് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനുള്ള അവസരങ്ങൾ ഉണ്ട്. ഇവിടെ കുട്ടികൾക്ക് 2-3 തരത്തിൽ നിങ്ങൾക്ക് അധ്യാപകരെ നിങ്ങൾക്ക് ഇവാലുവേറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യം ഉണ്ട്. അതിന് സോഫ്റ്റ്വെയർ ഉണ്ടാകും. നിങ്ങളെ കൃത്യമായിട്ട് എല്ലാ വർഷവും എല്ലാവരും ചെയ്യിപ്പിക്കും. കൂടാതെ IQAC റൂമിന്റെ മുമ്പിലും, താഴത്തെ നിലയിലുള്ള ഒരു മുറിയാണ്, കൂടാതെ പ്രിൻസിപ്പലിന്റെ ഓഫീസിന്റെ മുമ്പിലും ഓരോ പെട്ടി വെച്ചിട്ടുണ്ട്. അതിനകത്ത് നിങ്ങൾക്ക് ഏതു തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിർദ്ദേശങ്ങൾ നൽകാവുന്നതാണ്. കൂടാതെ വർഷത്തിലൊരിക്കൽ മൊത്തത്തിൽ എല്ലാവരോടും ഒന്നിച്ചിരുന്ന് കോളേജിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോഴും ആവശ്യമായ മാറ്റങ്ങളും മെച്ചപ്പെടുത്തലൊക്കെ നിർദ്ദേശിക്കാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് ഇന്റേണൽ മാർക്കുകൾ ലഭ്യമാകുന്നത് എങ്ങനെ, പഠനവുമായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെയുള്ള ക്ലാസ് പിന്നീട് നിങ്ങൾക്ക് അടുത്ത ദിവസം നാളെ കഴിഞ്ഞ് ലഭിക്കുന്നതാണ്. ഇന്റേണൽ മാർക്ക് ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരാതി പരിഹരണത്തിനുള്ള സംവിധാനം കോളേജിലുണ്ട്. ഡിപ്പാർട്ട്മെന്റ് ലെവലിലും കോളേജ് ലെവലിലും യൂണിവേഴ്സിറ്റി ലെവലിലും നിങ്ങൾക്ക് പരാതികൾ ബോധിപ്പിക്കാവുന്നതാണ്. എല്ലാത്തിനും വളരെ സുതാര്യമായ സൗഹാർദ്ദപരമായ സംവിധാനങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് കോളേജിൽ അനുഭവപ്പെട്ടാൽ, ഏതെങ്കിലും തരത്തിലുള്ള ഹരാസ്മെന്റ്, പെൺകുട്ടിയാണെന്നതിന്റെ പേരിലോ ജൂനിയർ ആണെന്നോ അങ്ങനൊന്നും ഇവിടെ ഇല്ല കേട്ടോ. ഈ കോളേജിൽ അങ്ങനൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ട് തന്നെ കാലമായി. യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടില്ലാത്ത വളരെ ശാന്തമായ കുടുംബാന്തരീക്ഷമുള്ള കലാലയമാണ്. എങ്കിലും സംവിധാനമുണ്ട്. മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഒരു സീനിയർ അധ്യാപകനായ ഷിബു സാറാണ് അതിന്റെ നേതൃത്വത്തിലുള്ളത്. നിങ്ങൾ ഒരു പേര് ഓർത്ത് വെക്കുക. ഏതെങ്കിലും തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഷിബു സാറ്, പ്രിൻസിപ്പൽ, IQAC കോർഡിനേറ്റർ മുതലായ ആരെ വേണമെങ്കിലും നിങ്ങൾക്ക് സമീപിക്കാവുന്നതാണ്. അതിനൊക്കെ അപ്പുറം നിങ്ങളുടെ ക്ലാസ് ടീച്ചേഴ്സും സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ഹെഡും ആയിരിക്കും നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തും സഹകാരികളും സഹായികളും. കുട്ടികൾക്കുള്ള ചില പ്രത്യേക ക്ഷേമ പരിപാടികളെ കുറിച്ച് കൂടി ഞാൻ എടുത്തു പറയാൻ ആഗ്രഹിക്കുന്നു. 2-3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. കുട്ടികൾക്ക് ഏതെങ്കിലും, ഉദാഹരണത്തിന് നന്നായി പ്രസംഗിക്കുന്ന കുട്ടി വേറൊരു കലാലയത്തിൽ നടക്കുന്ന പ്രസംഗ മത്സരത്തിൽ പങ്കെടുക്കുന്നതിന് പോകുന്നതിന് നിങ്ങൾക്ക് വണ്ടിക്കൂലി ഇല്ല, വണ്ടിക്കൂലി ഇവിടുന്ന് ലഭ്യമാക്കും പറയുന്ന ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ കലാലയത്തിലുണ്ട്. അതത് കാര്യവുമായി ബന്ധപ്പെട്ട അധ്യാപകരെ നിങ്ങൾക്ക് ഡയറക്ടറി കിട്ടുമ്പോൾ വ്യക്തമാകും, സമീപിച്ചാൽ മതി. ഏതു തരത്തിലുള്ള പ്രശ്നത്തിനും പരിഹാരമുണ്ടാകും. കോളേജിലൊരു കൗൺസിലിംഗ് സർവീസ് ഉണ്ട്. അത് യോഗ്യത നേടിയ കൗൺസിലർ നമുക്ക് ആഴ്ചയിൽ 2 ദിവസം ഇവിടെ വരുന്നുണ്ട്. ഏത് കുട്ടിക്കും കൗൺസിലിംഗ് എന്ന് പറയുന്ന പ്രശ്നമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളതല്ല, ആവശ്യമുണ്ട് എന്ന് തോന്നുന്ന വിശാല മനസ്സുള്ള ആർക്കും ഉപയോഗിക്കാവുന്ന സൗകര്യമാണ്. ഒത്തിരിയേറെ കുട്ടികൾ അതുവഴി വളരെ പ്രസാദാത്മകമായ ജീവിത മനോഭാവത്തിലേക്ക് കടന്നു വരാറുണ്ട് നമ്മുടെ കലാലയത്തിൽ. അതുപോലെ SC/ST വിഭാഗങ്ങളിൽപ്പെട്ട അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ പിന്നാക്കാവസ്ഥയിലുള്ള കുട്ടികൾക്ക് പ്രത്യേകമായ സൗകര്യങ്ങളും സഹായങ്ങളും ആവശ്യമായതൊക്കെ നമ്മൾ ലഭ്യമാക്കുന്നുണ്ട്. കോളേജിലായിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ മെഡിക്കൽ അസിസ്റ്റൻസ് ഉടൻ തന്നെ ലഭ്യമാക്കുന്നതാണ്. തൊട്ടു മുമ്പിൽ കാണുന്ന ഏതെങ്കിലും ഒരു അധ്യാപകനോട്, അധ്യാപികയോട് ഏതെങ്കിലും ഒരു കുട്ടി അറിയിച്ചാൽ മതി. ഉടൻ തന്നെ നമുക്ക് 26-ലുള്ള മേരി ക്വീൻസ് ഹോസ്പിറ്റലുമായിട്ട് എഴുതി ഉറപ്പിച്ച ഉടമ്പടിയുണ്ട്. അവിടേക്ക് നിങ്ങളെ കൊണ്ടുപോകും. നിങ്ങളുടെ വീട്ടിൽ നിന്ന് രക്ഷകർത്താക്കൾ വരുന്നത് വരെയുള്ള എല്ലാ കാര്യവും നമ്മുടെ കോളേജാണ് ചെലവടക്കം കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത്. എന്ന് പറയുന്നത് നിങ്ങൾ ഇത് 2ാമത്തെ വീടാണ് എന്ന് പറയുന്ന അർത്ഥവത്തായ ഒരു പ്രയോഗമാണ് നമ്മുടെ കലാലയത്തെ സംബന്ധിച്ച് എന്നാണ് ഞാൻ പറയുന്നത്. മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ ഹെൽത്ത് ഇൻഷുറൻസ് സ്കീമുണ്ട്. അതുപോലെ ചാരിറ്റി ക്ലബ്ബും സ്റ്റാഫ് അസോസിയേഷനും ഇത്തരം കാര്യങ്ങളിൽ കുട്ടികൾക്ക് സൗകര്യങ്ങൾ ലഭ്യമാക്കും. നമുക്കൊരു ഹെൽത്ത് റൂം ഉണ്ട്. അതുപോലെ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഫ്രീ നൂൺ മീൽ പ്രോഗ്രാം. അതായത് നമ്മുടെ കോളേജിൽ കടന്നു വരുന്ന ഏതെങ്കിലും ഒരു കുട്ടി ഇല്ലാത്തതിൻ്റെ പേരിൽ പട്ടിണി ഇരിക്കരുത് എന്ന് നമുക്ക് നിർബന്ധമുണ്ട്. അതിനുള്ള സംവിധാനം ഇവിടെയുണ്ട്.
നിങ്ങൾ പ്രത്യേകമായി കേൾക്കുകയും എല്ലാവരും ഓർത്തിരിക്കുകയും ചെയ്യുക. ഏതെങ്കിലും കാരണവശാൽ ഉച്ചഭക്ഷണം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവര്, പ്രത്യേകിച്ച് സാമ്പത്തിക ബുദ്ധിമുട്ട് മൂലം ഉച്ചഭക്ഷണം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒന്നുകിൽ പ്രിൻസിപ്പലിനെ കാണാം, അല്ലെങ്കിൽ ചാരിറ്റി ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു ക്ലബ്ബ് ഇവിടെയുണ്ട്. അതിനെ നയിക്കുന്നത് ഇക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റിലെ ഇമ്മി, പേരോർത്തിരിക്കുക, ഇമ്മി മെരിയ എന്ന് പറയുന്ന ഒരു ടീച്ചറുണ്ട്. ആ ടീച്ചറിനെ നിങ്ങൾക്ക് സമീപിക്കുക. ഇല്ലെങ്കിൽ വേണ്ട, കോളേജിലെ ഏതെങ്കിലും ഒരു ടീച്ചറെ, ഒരു അധ്യാപകനെ, സാറിന്, നിങ്ങളുടെ ക്ലാസ് ടീച്ചറെ നിങ്ങൾ സമീപിക്കുക. നിങ്ങൾ പറയുക, വേറെ ഒരു കുട്ടി അറിയുകയില്ല, എനിക്കിങ്ങനെ സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ട് ഭക്ഷണം കൊണ്ടുവരാൻ ബുദ്ധിമുട്ടാണ്, ഉച്ചഭക്ഷണം ഇല്ല എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മൂന്നാമതൊരാൾ അറിയാതെ, ഇതിന്റെ ഉദാഹരണം എന്താണെന്ന് ചോദിച്ചാൽ, ഉദാഹരണത്തിന് എൻ്റെ ക്ലാസ്സിലെ ഒരു കുട്ടിക്കാണ് ഈ ആവശ്യമുള്ളതെങ്കിൽ ഞാൻ പ്രിൻസിപ്പലിനോട് ചെന്ന് ഇങ്ങനെ ഒരു ആവശ്യം ഉണ്ടെന്ന് പറയുമ്പോൾ അത് ഏത് കുട്ടിയാണെന്ന് പ്രിൻസിപ്പൽ പോലും തിരക്കാറില്ല. അത്ര ആ കുട്ടിയുടെ അന്തസ്സ് സൂക്ഷിച്ചാണ് നമ്മളത് ചെയ്യുക. കാന്റീനിൽ നിന്ന് എല്ലാ ദിവസവും ഉച്ചഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം ചെയ്തു കൊടുക്കുന്നുണ്ട്. ആ സൗകര്യം ഉപയോഗിക്കുന്ന ഏതാനും കുട്ടികളെങ്കിലും നമ്മുടെ കലാലയത്തിൽ ഉണ്ട്. അതിന് ആവശ്യമായ ഫണ്ട് നമ്മുടെ അധ്യാപകരാണ് പ്രധാനമായിട്ട് ലഭ്യമാക്കുക. അങ്ങനെ അല്ലെങ്കിൽ ചാരിറ്റി ക്ലബ്ബ്, ഇത് രണ്ടും അല്ലെങ്കിൽ PTA. പക്ഷേ PTA-യിലേക്ക് ഇതുവരെ പോകേണ്ട വന്നിട്ടില്ല, അല്ലാതെ തന്നെ കാര്യങ്ങൾ നടന്നു പോകും. അങ്ങനെ ഒരു പ്രവർത്തനം ഇവിടെയുണ്ട്. ഞാനിത് പറയുന്നത് ഒരാൾ പോലും ഇവിടെ നോമ്പെടുക്കുന്നതിന്റെ പേരിലാണെങ്കിൽ കുഴപ്പമില്ല, ഇല്ലാഞ്ഞിട്ട് വിശന്ന് നടക്കാൻ ഇടയാവരുത്. സെന്റ് ഡൊമിനിക്സ് കോളേജിന്റെ അമ്മ മനസ്സിന്റെ നിർബന്ധമാണ് അത് എന്ന് ഓർത്തിരിക്കുക. എല്ലാ ആഴ്ചയിലും ഒരു ദിവസം ഒരു ചെറിയ ചാരിറ്റി കളക്ഷൻ കുട്ടികളുടെ താല്പര്യമുള്ള അനുസരിച്ച് ചെയ്യാവുന്നതാണ്. അതിലേക്ക് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി മാത്രമാണിത്. കോളേജ് കഴിയുന്ന ഇളവുകൾ ചെയ്യാറുണ്ട്. യൂണിഫോമിന്റെ ആവശ്യം വരുമ്പോൾ അത്യാവശ്യമുള്ള അർഹരായവർക്ക് അത് സൗജന്യമായിട്ട് ചെയ്തു കൊടുക്കാറുണ്ട്. ബുക്ക് ബാങ്ക് ഞാൻ നേരത്തെ പറഞ്ഞു, പ്രിന്റ് ആൻഡ് കോപ്പി നമ്മൾ പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ്. പെൺകുട്ടികൾക്ക് അവരുടെ അത്യാവശ്യ സംവിധാനങ്ങൾ, സാനിറ്റേഷൻ അടക്കമുള്ള എല്ലാ കാര്യങ്ങൾക്കുള്ള സംവിധാനങ്ങൾ കോളേജിലുണ്ട്. യാതൊരു ആശങ്കയും കൂടാതെ നിങ്ങൾക്ക് ഇവിടേക്ക് വരാം. അവർക്ക് സ്വകാര്യതയുള്ള, സാമാന്യം വലിപ്പമുള്ള ടോയ്ലറ്റുകളൊക്കെയുള്ള ഒരു വലിയ കെട്ടിടം തന്നെ പ്രത്യേകമായിട്ട് വേറെ ഉണ്ട്. CSM ജീസസ് യൂത്ത് മുതലായവ കുട്ടികളുടെ ആധ്യാത്മിക അഭ്യുന്നതിക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് നടത്തിപ്പോരുന്നതാണ്. വിമൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കരാട്ടെ, ഡ്രൈവിംഗ്, ടൈലറിംഗ് മുതലായവയൊക്കെ പെൺകുട്ടികൾക്ക് നമ്മുടെ BSc മാത്തമാറ്റിക്സിനും കെമിസ്ട്രിക്കും ഫിസിക്സിനും പകരമല്ല, അതിന്റെ കൂടെ പ്രത്യേകമായിട്ട് പഠിക്കാനുള്ള സംവിധാനവും ഉണ്ട്. PTA നമ്മുടെ കലാലയത്തിലെ ഏറ്റവും ശക്തമായ ഒരു ബോഡിയാണ്. അവിടെ രക്ഷകർത്താക്കൾ വരും, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ അവരോട് അവതരിപ്പിക്കും. കോളേജിലെ അച്ചടക്ക പരിപാലനം അടക്കം എല്ലാത്തിലും, അതുപോലെ ഞാൻ ഈ പറഞ്ഞ പ്രിന്റ് ആൻഡ് കോപ്പി അടക്കമുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നതിലൊക്കെ അവർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. ഡിപ്പാർട്ട്മെന്റൽ അസോസിയേഷൻസ് നിങ്ങളുടെ കലാകായിക ശേഷികൾ വളർത്തുന്നതിനുള്ള സൗകര്യമാണ്. ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഹെൽത്ത് കാർഡ് നടപ്പാക്കുന്നുണ്ട്. എല്ലാ കുട്ടികളുടെയും ആരോഗ്യസ്ഥിതിയെ കുറിച്ചുള്ള ഒരു കാർഡ് നിങ്ങൾക്ക് തരും. പരിശോധനയൊക്കെ സാറ് നടത്തും. സാർ യൂണിവേഴ്സിറ്റിയിൽ തന്നെ അറിയപ്പെടുന്ന, അതുപോലെ അന്തർദേശീയ മത്സരങ്ങൾക്ക് ജഡ്ജായിട്ടൊക്കെ പോകുന്ന വളരെ വിദഗ്ധനായ അധ്യാപകനാണ് ഫിസിക്കൽ എഡ്യൂക്കേഷനിലുള്ളത്. അദ്ദേഹം ഈ ഓട്ടവും ചാട്ടവും കളിയും മാത്രമല്ല നടത്തുന്നത്, മൊത്തത്തിലുള്ള ഫിസിക്കൽ ഫിറ്റ്നസ് നോക്കുന്ന തരത്തിലുള്ള ഒരാളാണ്. നിങ്ങൾ എഴുതുന്ന കുട്ടികളാണോ, മാതൃദർശിനി എന്ന പത്രം നമുക്കുണ്ട്. എക്കണോമിക്സിനും കൊമേഴ്സിനും പ്രത്യേകമായിട്ടുള്ള മാസികളുണ്ട്. മിക്ക ഡിപ്പാർട്ട്മെന്റുകൾക്കും കൈയെഴുത്ത് മാസികളുണ്ട്. നിങ്ങൾക്ക് എഴുതി തെളിയാം. ഇന്ന് അവാർഡ് കിട്ടിയ, എഴുത്തച്ഛൻ അവാർഡ് കിട്ടിയ സക്കറിയ നമ്മുടെ കോളേജിൽ പഠിപ്പിച്ചിരുന്ന ആളാണ്. 10-20 കൊല്ലം കഴിയുമ്പോൾ ഇവിടെ പഠിച്ച നിങ്ങളൊക്കെ ഈ ഒരു തലത്തിലേക്കൊക്കെ എത്താനായിട്ടുള്ള സാധ്യതയാണ് ഇതിലൂടെ അന്വേഷിക്കുന്നത്. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനുള്ള സൗകര്യങ്ങളും ഓൺടർപ്രണർഷിപ്പിലെ പരിശീലനവും നമ്മൾ നൽകുന്നുണ്ട്. സ്പോർട്സിലെ ഏതാനും സൗകര്യങ്ങളിലേക്ക് ഞാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധ തിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാം. അത്ലറ്റിക്സ് മെൻ, ക്രോസ് കൺട്രി മെൻ, വെയ്റ്റ് ലിഫ്റ്റിംഗ് മെൻ, വിമൻ, ഇതിന്റെ ഒക്കെ ടീമുകൾ നമുക്കുണ്ട്. ഷട്ടിൽ ബാഡ്മിന്റൺ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം ടീമുകളുണ്ട്. ടേബിൾ ടെന്നീസ് ആൺ പെൺ ടീമുകളുണ്ട്. ക്രിക്കറ്റ് ആൺകുട്ടികളുടെ ടീമുണ്ട്. പെൺകുട്ടികളുടെ ടീം ഉണ്ടാക്കാം, നിങ്ങൾ 11 പേര് വന്നാൽ മതി. പവർ ലിഫ്റ്റിംഗ് ആൺ പെൺ ടീമുകളുണ്ട്. റെസ്ലിംഗ് ആൺ പെൺ ടീമുകളുണ്ട്. ജൂഡോ അതുപോലെ തന്നെ ആൺകുട്ടികളുടെ ടീമുണ്ട്. വടംവലിക്കുണ്ട്. ചെസ് കളിക്ക് ആൺ പെൺ ടീമുകളുണ്ട്. ഇത്രയും ടീമുകൾ എന്ന് പറഞ്ഞാൽ ഇവയെല്ലാം തന്നെ യൂണിവേഴ്സിറ്റിയിലെ 1-ാം നമ്പർ ടീമുകളാണ് എന്ന് നിങ്ങൾ ഓർക്കുക. പ്രത്യേക പരിശീലനം നമ്മൾ നൽകുന്നത് 2-3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഓർത്തിരിക്കുക. സ്പോർട്സ് അക്കാഡമി കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിലിന്റെ സഹായത്തോടു കൂടി ഇവിടെ അവരുടെ തന്നെ സർക്കാരിന്റെ ഒരു പരിശീലനം കൂടിയാണ് ഇവിടെ. ആ
സ്പോർട്സ് കൗൺസിൽ നിയമിച്ച ഒരു മുഴുവൻ സമയ അധ്യാപകൻ ബൈജു എന്നു പേരുള്ള വിദഗ്ധനായ ഒരു അത്ലറ്റ് കോച്ച് ചേനപ്പാടിൽ നിന്ന് ഇവിടെ വന്ന് അദ്ദേഹവും കോച്ചിങ് നൽകുന്നുണ്ട്. വെയിറ്റ് ലിഫ്റ്റിംഗിലും പവർ ലിഫ്റ്റിംഗിലും ഷട്ടിൽ ബാഡ്മിന്റണിലും നമ്മുടെ കോളേജിൽ പ്രത്യേകമായ പരിശീലനം നൽകുന്നുണ്ട്. ഇതിലെല്ലാം യൂണിവേഴ്സിറ്റി സംസ്ഥാന തലത്തിലുള്ള സമ്മാനങ്ങൾ നേടുന്നുണ്ട്. കഴിഞ്ഞ വർഷം നേട്ടങ്ങളുടെ വർഷമായിരുന്നു ഞാൻ പറഞ്ഞതിന് മുമ്പത്തെ വർഷം ഇല്ലെന്ന് നിങ്ങൾ ഓർക്കും. മുൻ വർഷങ്ങളെ പോലെ തന്നെ നേട്ടങ്ങൾ കൊയ്ത വർഷമാണ്. ദേശീയ തലത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ യുവ ഓട്ടക്കാരൻ, ഏറ്റവും വേഗതയേറിയ യുവ ഓട്ടക്കാരൻ, ആ പടം നിങ്ങൾ കാണുന്ന റൊണാൾഡ് ബാബു എന്ന സെന്റ് ഡൊമിനിക്സ് കോളേജിന്റെ വിദ്യാർത്ഥിയാണ്. ദേശീയ ഫസ്റ്റാണ്. ഇന്റർ യൂണിവേഴ്സിറ്റി, സ്റ്റേറ്റ്, യൂണിവേഴ്സിറ്റി തലങ്ങളിൽ വ്യക്തിഗത ഇനങ്ങളിൽ സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട്. സെന്റ് ഡൊമിനിക്സ് കോളേജ് ചാമ്പ്യൻഷിപ്പ് നേടിയ കാര്യങ്ങളാണ് ഇവിടെ പരാമർശിച്ചിരിക്കുന്നത്. വെയിറ്റ് ലിഫ്റ്റിംഗിൽ നമ്മളാണ് ചാമ്പ്യന്മാർ. അത്ലറ്റിക്സിലും ക്രോസ് കൺട്രിയിലും വടംവലിയിലും നമ്മൾ റണ്ണേഴ്സപ്പ് ആണ്. നമുക്ക് മുമ്പിൽ ഒരു ടീം മാത്രമേ ഉള്ളൂ. അതുപോലെ ഷട്ടിൽ ബാഡ്മിന്റൺ, ജൂഡോ, റെസ്ലിംഗ്, പവർ ലിഫ്റ്റിംഗ് എന്നിവയിലെല്ലാം യൂണിവേഴ്സിറ്റിയിൽ മൂന്നാമത് നമ്മളുണ്ട്. ഇതെല്ലാം സെന്റ് ഡൊമിനിക്സ് കോളേജിന്റെ ടീം നേട്ടങ്ങളാണ്. ഇനി സ്പോർട്സ് അഡ്മിഷൻ എടുത്തവർക്ക് മാത്രമല്ല ഏത് കുട്ടിക്കും ഈ ടീമുകളിലൊക്കെ അംഗമാകാം. പ്രവീൺ സാർ എന്ന പേരിൽ ഫിസിക്കൽ എഡ്യൂക്കേഷൻ അധ്യാപകനുണ്ട്. അദ്ദേഹത്തെ കണ്ടാൽ മതി. ഒരു കാര്യം കൂടി ഓർക്കുക, സ്പോർട്സിനുള്ള സൗകര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ജില്ലയിലെ ഏറ്റവും മികച്ച രണ്ടാമത്തെ ഗ്രൗണ്ട് മുതൽ ജിംനേഷ്യം മുതൽ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഇതെല്ലാം കോളേജിലെ മുഴുവൻ വിദ്യാർത്ഥികൾക്കും ലഭ്യമാണ്. നിങ്ങൾ പ്രവീൺ സാറിനെ കണ്ടാൽ മതി. അതിരാവിലെ മുതൽ രാവിലെ 6:30 മുതൽ 8:30 വരെയും വൈകിട്ട് 3:30 മുതൽ 6:30 വരെ 6 മണി വരെയുമുള്ള സമയത്ത് സാർ ഇവിടെ ഉണ്ട്. നിങ്ങൾ സുരക്ഷിതരാണ്, നിങ്ങൾ സ്വതന്ത്രരാണ്. നിങ്ങൾക്ക് ഇതൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഓർക്കുക, സ്പോർട്സിലെ നേട്ടങ്ങൾക്ക് കൃത്യമായി ഗ്രേസ് മാർക്ക് ലഭ്യമാണ്. യൂണിവേഴ്സിറ്റി ഫസ്റ്റ് പ്രൈസ് വാങ്ങിയാൽ 7%, സെക്കൻഡ് വാങ്ങിയാൽ 5%, തേർഡ് വാങ്ങിയാൽ 3%. ഓരോ പേപ്പറിനുമാണ് ഇത്രയും മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ. അതുപോലെ സ്റ്റേറ്റ് ലെവൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡിന് 5, 3, 1% വീതം. അതുപോലെ മൊത്തം 25% മാർക്ക് വരെ നിങ്ങൾക്ക് എല്ലാ പേപ്പറിനും സ്പോർട്സിലെ നേട്ടങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്ന് പറഞ്ഞാൽ സ്പോർട്സിലെ നേട്ടങ്ങളും നിങ്ങളുടെ അക്കാദമിക വിജയത്തോട് കൂട്ടിച്ചേർക്കപ്പെടും എന്നുള്ളത് കൊണ്ട് ആർട്സ്, സ്പോർട്സ്, അക്കാഡമിക്സ് എല്ലാറ്റിലും ഒരുപോലെ മുമ്പ് നിൽക്കുന്ന സെന്റ് ഡൊമിനിക്സ് കോളേജിലെ എല്ലാ സൗകര്യങ്ങളിലേക്കുമാണ് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നമ്മുടെ കോളേജ് ഒരു ഹരിത കോളേജാണ്. ഗ്രീൻ ഓഡിറ്റ് നമ്മൾ നടത്തുന്നു. എനർജിയുടെ ഉപയോഗം, കോളേജിലെ വൃക്ഷസമ്പത്ത്, സസ്യസമ്പത്ത് എല്ലാം. ഇവിടെ ഫലവൃക്ഷത്തോട്ടമുണ്ട്, ഇവിടെ ഹെർബൽ ഗാർഡൻ, ഔഷധ സസ്യ തോട്ടമുണ്ട്. അതുപോലെ ആരോഗ്യം, പാരിസ്ഥിതിക ആരോഗ്യം നിലനിർത്തുന്നതിനുള്ള കൃത്യമായ നിർബന്ധം നമുക്കുണ്ട്. ഓരോ വർഷവും പുതിയ മരങ്ങൾ നടുന്നുണ്ട്. എല്ലാ തരത്തിലുമുള്ള പ്രവർത്തനങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഹരിത കോളേജാണ്. ഇത് പറയുന്നത് ഈ സംസ്കാരം നിങ്ങളിലേക്കും സന്നിവേശിക്കപ്പെടണം എന്നുള്ളത് കൊണ്ട് ആണ്. നമ്മുടെ വാല്യൂ എഡ്യൂക്കേഷൻ പ്രോഗ്രാം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. സമഗ്ര വ്യക്തിത്വമുള്ളവരായി നിങ്ങളെ മാറ്റാൻ കോളേജില് തന്നെ തയ്യാറാക്കിയ പുസ്തകം ഉപയോഗിച്ചാണ് ഇപ്പോൾ ചെയ്യുക. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള പുസ്തകങ്ങൾ വേറെയും ഉപയോഗിക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു വാല്യൂ എഡ്യൂക്കേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നിങ്ങൾക്ക് സമയാസമയങ്ങളിൽ സെമിനാറുകൾ നൽകുന്നതാണ്. അതുപോലെ പാലിയേറ്റീവ് കെയറും ഫ്രീ നൂൺ മീലും അടക്കമുള്ള എല്ലാ പ്രവർത്തനങ്ങളിലും സംബന്ധിച്ച് പ്രവർത്തിച്ച് തന്നെ ഇത്തരം നന്മകളെ സ്വായത്തമാക്കുന്നതിനുള്ള അവസരവും നിങ്ങൾക്ക് ലഭ്യമാണ്. കരിയർ ആൻഡ് പ്ലേസ്മെന്റ്. ഈ കോളേജിലെ കുട്ടികൾ ഇവിടെ നിന്ന് പഠനം പൂർത്തിയാക്കുമ്പോൾ ഒരു തൊഴിലിലേക്കോ അല്ലെങ്കിൽ തൊഴിലിന്റെ സാധ്യതയിലേക്കോ കൃത്യമായി പ്രവേശിക്കാനുള്ള മാർഗനിർദ്ദേശം, കരിയർ കൗൺസിലിംഗ്, റെസിഡൻഷ്യൽ ക്യാമ്പുകൾ, പ്രീ പ്ലേസ്മെന്റ് ട്രെയിനിങ്, ഈവനിങ് ക്ലാസുകൾ, റിക്രൂട്ട്മെന്റ് ഡ്രൈവുകൾ, PSC കോച്ചിങ് എല്ലാം ഇവിടെ കൃത്യമായിട്ട്. PTAയുടെ നേതൃത്വത്തിലുള്ള PSC കോച്ചിങ് വളരെ നാമമാത്രമായ തുക മുടക്കി നിങ്ങൾക്ക് പങ്കെടുക്കാവുന്നതുണ്ട്. അത് കൂടാതെ സിവിൽ സർവീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് പരിശീലിക്കാനുള്ള സൗകര്യമുണ്ട്. അത്തരം സൗകര്യങ്ങളെ കുറിച്ച് അടുത്ത ദിവസം നിങ്ങൾ കേൾക്കും. ഞാൻ പറയുന്നത് അതിനു വേണ്ടി തന്നെ ഒരു മുറിയും മറ്റ് സൗകര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ കലാലയം അവസരങ്ങളുടെ ഒരു ഭൂമികയാണ്. ഇവിടെ കടന്നു വരിക, സ്വന്തമായി അധ്വാനിക്കുക, സ്വന്തമായി തിരയുക, നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ മുമ്പിൽ എല്ലാം വയ്ക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക്
തിരഞ്ഞെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. ഓർത്തിരിക്കുക, നിങ്ങളുടെ ഇപ്പോ പഴയതുപോലെ അധ്യാപകര് കുട്ടികളുടെ ശില്പികളാണ് എന്നുള്ള പ്രയോഗം നിലവിലില്ല കേട്ടോ. അധ്യാപകർ ശില്പികളല്ല. ശില്പിയുടെ പ്രത്യേകത എന്താണ്? ഒരു കല്ലിനെ എങ്ങനെ ശില്പമാക്കി മാറ്റണമെന്ന് ശില്പിയാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ ശില്പം, അതിന്റെ രൂപം, അതിന്റെ ഭാവം എല്ലാം അധ്യാപകനാണ് തീരുമാനിക്കുന്നത്. അധ്യാപകനല്ല ഇവിടെ. ഇവിടെ അധ്യാപകര് കൃഷിക്കാരെ പോലെയാണ്. നിങ്ങൾക്ക് വളവും വെള്ളവും ലവണങ്ങളും സൗകര്യങ്ങളും എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ്. വളർന്ന് പടരാനും പുഷ്പിക്കാനും സുഗന്ധം വീശാനും ആകാശവും ഒരുക്കി വെച്ചിരിക്കുന്നു. നിങ്ങൾക്ക് പറന്നുയരാം, പുഷ്പിക്കാം, സുഗന്ധം പരത്താം. പക്ഷെ അത് നിങ്ങൾ സ്വയം ചെയ്യണം. അതാണ് ഈ കലാലയത്തിന്റെ സവിശേഷത. ഈ കലാലയത്തിന്റെ അല്ല, ഉന്നത വിദ്യാഭ്യാസത്തിന്റെ സവിശേഷത അതാണ്. ഇവിടെ നിങ്ങൾ സുരക്ഷിതരാണ്. ഇവിടെ നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. ഇവിടെ നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഉണ്ട്. പക്ഷെ തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ്. ഓർമ്മിക്കുക, നിങ്ങളുടെ തിരഞ്ഞെടുപ്പുകൾ നിങ്ങളെ നിങ്ങളാക്കി മാറ്റും. നാളെ നിങ്ങൾ ആരാണ്, എന്താണ് എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്ലാസ് മുറിയിൽ നിങ്ങൾ എത്ര ചെവിയോർത്തിരിക്കുന്നു എന്നതിനേക്കാൾ പ്രധാനമാണ്. ക്ലാസ് മുറിക്ക് പുറത്ത്, ഇവിടെ നിങ്ങൾ സ്വതന്ത്രരായിരിക്കുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ സമയം ചെലവഴിക്കുന്നു എന്നുള്ളത്. നിങ്ങളുടെ കാഴ്ചപ്പാടുകൾ നിങ്ങളെ നിങ്ങളാക്കി മാറ്റും. നിങ്ങളുടെ കുടുംബത്തെ രൂപീകരിക്കും, നിങ്ങളുടെ ഭാവിയെ രൂപീകരിക്കും, ഈ നാടിനെ രൂപീകരിക്കും എന്നുള്ളത് മറക്കാതിരിക്കുക. അതിനുവേണ്ടി അധ്വാനിക്കുന്നവരായിട്ട് മാറുക. അപ്പോ നിങ്ങളെക്കുറിച്ച് ഈ കലാലയത്തിനും അഭിമാനിക്കാൻ ഒത്തിരി ഉണ്ടാവും, പറയാൻ ഒത്തിരി നന്മകളും ഉണ്ടാവും. അങ്ങനെയൊക്കെ ഉള്ള ഒരു വലിയ തുടക്കമാണ് ഇത്. അപ്പോ നിങ്ങൾ കലാലയത്തിലേക്ക് കടന്നു വരുമ്പോ തീർച്ചയായും വീണ്ടും ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ, ഇവിടെ 100 അവസരങ്ങളുണ്ട്. ഞാൻ ഈ പറഞ്ഞതിൽ നിങ്ങൾക്ക് സൗകര്യമുള്ളതും പ്രിയപ്പെട്ടതും നിങ്ങൾ ഒരു പക്ഷെ ശ്രദ്ധിച്ചു കാണും, ബാക്കി നിങ്ങൾ മറന്നുപോകും. ഇവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, പരിപാടികളെക്കുറിച്ച് ശ്രദ്ധയുള്ളവരായിരിക്കുക. നിങ്ങളുടെ മേഖല നിങ്ങൾ കണ്ടെത്തുക. അതിന് നേതൃത്വം നൽകുന്ന അധ്യാപകരുമായി ബന്ധപ്പെടുക. നിങ്ങൾക്ക് ചില വഴികൾ തുറന്നു കിട്ടും. അതിലെ നടക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങൾ നടക്കുന്ന ഇടങ്ങളിൽ വഴി കാട്ടിത്തരാൻ, മുമ്പേ നടക്കാൻ, കൂടെ നടക്കാൻ, നിങ്ങൾ തളർന്നാൽ പ്രോത്സാഹിപ്പിക്കാൻ, അതിനൊക്കെയുള്ള എല്ലാ സംവിധാനവും ഇവിടെയുണ്ട്. നിങ്ങളുടെ മാതാപിതാക്കളോട് ചേർന്ന്, അവരോട് ഹൃദയം ചേർത്ത് വെച്ച് ഓർക്കുക, സെന്റ് ഡൊമിനിക്സ് കോളേജിന്റെ പടിക്കെട്ടിലേക്ക് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുമ്പോൾ ഇവിടുത്തെ അധ്യാപകരുടെ ഹൃദയത്തിലേക്ക് കൂടിയാണ് നിങ്ങൾ കാലെടുത്ത് വയ്ക്കുന്നത്. നിങ്ങൾ അവിടേക്ക് പ്രവേശിക്കുകയാണ്. ഇവിടെ നമ്മളും നിങ്ങളും ഒരുമിച്ച് ഒരേ ലക്ഷ്യത്തോടു കൂടിയാണ് പ്രവർത്തിക്കുന്നത്. ആ ലക്ഷ്യം നിങ്ങളുടെ ശ്രേയസ്കരമായ ഭാവിയാണ്. കാരണം നിങ്ങളുടെ ശ്രേയസ്കരമായ ഭാവി എന്നത് കോളേജിന്റെ സാഫല്യമാണ്, അധ്യാപകരുടെ അഭിമാനമാണ്. അത് ഒന്നിച്ചാണ് സംഭവിക്കുക. അതുകൊണ്ട് അതിലേക്ക് കടന്നു വരിക. എനിക്കറിയാം, നിങ്ങൾ ഓരോരുത്തരും നിറഞ്ഞ സാധ്യതകളാണ്. പക്ഷേ ആ സാധ്യതയ്ക്ക് ചിറക് വയ്ക്കണം. പറക്കാനുള്ള ആകാശം ഇവിടെയുണ്ട്, കഴിക്കാനുള്ള ആഹാരം ഇവിടെയുണ്ട്, എല്ലാം ഇവിടെയുണ്ട്. പക്ഷേ അവയൊക്കെ സ്വന്തമാക്കി സ്വയം പറന്നുയരണം. നല്ല ശ്രവണത്തിന് നിറയെ നന്ദി. വരാനിരിക്കുന്ന 3 വർഷക്കാലത്തെ ഒന്നിച്ചും പിന്നെ അവസാനമില്ലാതെ ജീവിതാന്ത്യം വരെയും തുടരുന്ന നമ്മുടെ സ്നേഹപൂർവമായ, ഹൃദയപൂർവകമായ അധ്യാപക വിദ്യാർത്ഥി ബന്ധത്തിലേക്ക് സെന്റ് ഡൊമിനിക്സ് കോളേജിലെ എല്ലാ അധ്യാപകരുടെയും പേരിൽ നിങ്ങളെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി.